ശിരസ്സുകളെ വണക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് ഒരു നിമിഷം നമുക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങളുണ്ട്. നമ്മുടെ മക്കളെ ഓർക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അതെല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിനക്കിഷ്ടപ്പെട്ട വചനങ്ങളിലൂടെ ഈ മക്കളുടെ ജീവിതത്തിൽ അവർക്ക് ആശ്വാസം നേകുന്ന വചനം ചൊരിയുവാൻ ഈ ഉള്ളവനെ അങ്ങ് അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഈ വചനദൂത് കേൾക്കുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. കൈവിടാതെ കാക്കണേ കർത്താവേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? നിങ്ങൾ ഉത്തരം പറയത്തില്ല. എല്ലാവർക്കും സുഖമാണോ? ഉച്ചത്തിൽ പറയാമോ? നന്നായി. കുറച്ചും കൂടി ശബ്ദത്തിൽ പറയാമോ? എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, ഒത്തിരി സന്തോഷം. നിങ്ങളെ കാണാൻ പറ്റിയതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഈ ഉള്ളവനെ ഇവിടെ വിളിക്കാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ വികാരിയച്ഛനെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അച്ഛൻ്റെ സ്നേഹ സംഭാഷണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ആയിരിക്കുക. ഒത്തിരി സ്നേഹത്തോടെ ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഇന്ന് വേദിയിലായിരിക്കുന്ന സറാഫീൻ തിരുമേനിയെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. അതോടൊപ്പം കെ വി ചെറിയാൻ അച്ഛനെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അച്ഛന്മാരെയൊക്കെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. എനിക്കറിയാവുന്ന കുറേ മനുഷ്യരൊക്കെ താഴേക്ക് ഉണ്ട്. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വികാരിച്ചനെ ഓർക്കുന്നതോടൊപ്പം എന്നെ ക്ഷണിച്ച കോഷിച്ചേട്ടനോടും ബിരിച്ചേട്ടനോടും ഒത്തിരി സ്നേഹത്തോടുകൂടെ നന്ദിയോടുകൂടെ അവരാണ് എന്നെ വിളിച്ചത്. അവരാണ് പലപ്പോഴും എനിക്കെതിരെ മെസ്സേജുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്നേഹത്തോട് അവരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇത് ഒത്തിരി ചക്ക കിട്ടുന്ന നാടാണോ? ആണോ? ഞാനിതേ ഇച്ചിരി നേരത്തെ വന്നു. കാരണം ഇന്നലെ ധ്യാനം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 2:30 മണിയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ പള്ളി വന്നേ. അപ്പോൾ രാവിലെ ഒരു 11 മണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ട്രെയിൻ പിടിച്ചു. ഞാനിങ്ങോട്ട് പോകുന്നു. അപ്പം ഞാനൊരു 5:45 6 മണിയായപ്പോഴേക്കും ബിനിച്ചാട്ടൻ്റെ വീട്ടിൽ വന്നു. ബിനിച്ചാട്ടൻ്റെ വീട്ടിൽ വന്ന് ഇച്ചിരി ചായയൊക്കെ തന്നു കേട്ടോ. നല്ല ഗംഭീര ചായയാണ്. അപ്പം ചായയൊക്കെ കുടിച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വികാരിച്ചൻ കയറി വന്നു. വികാരിച്ചോണ്ടും ചോദിച്ചു, വികാരിച്ചനൊന്നും കഴിക്കുന്നില്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞു, ആ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ ഉച്ചയ്ക്ക് ചക്ക കഴിച്ചതാ. അപ്പം ഞാൻ വിചാരിച്ചത് ഈ സമയത്തൊക്കെ ചക്ക ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവോ? എല്ലാ ദിവസവും ചക്ക ഉണ്ടാവോ? വെറുതെ അല്ലേ, ഞാൻ അച്ഛൻ്റെ വയറ് ശ്രദ്ധിച്ചു. നന്നായിട്ട് വയറൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചക്ക നന്നായിട്ട് തിന്നതിൻ്റെ ഒരു അഭിമാനവും സന്തോഷമൊക്കെ അച്ഛൻ്റെ മുഖത്ത് കാണാനുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ആദ്യമേ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, അച്ഛൻ ഇവിടെ നിന്ന് പോയാലും നിങ്ങൾ ചക്കയും മാങ്ങയൊക്കെ ആയിട്ട് അച്ഛനെ കാണാൻ ചെല്ലണം. ഇടയ്ക്കിടയ്ക്ക് അച്ഛന് ചക്ക കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. ഞാൻ സ്നേഹത്തോടു കൂടി ഓർക്കുക. കാരണം എനിക്കിഷ്ടമാണ് ചക്ക. അപ്പോൾ അച്ഛൻ ഉച്ചയ്ക്ക് ചക്ക കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഒരു സന്തോഷം. ഇതേമേ ഇവിടെയൊക്കെ ചക്ക കിട്ടുന്ന നാടാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല ഈ സമയത്ത്. അപ്പോൾ ചക്ക കിട്ടുമെന്ന് പറഞ്ഞു വന്നിട്ട് ഒത്തിരി ഒരു സന്തോഷം തോന്നി. അപ്പോൾ ഇനിയും അച്ഛനെ സ്നേഹിക്കണമേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. എൻ്റെ വീട് അങ്കമാലിയാണ് കേട്ടോ, അങ്കമാലിയാണ്. അപ്പം എൻ്റെ ഭാഷയ്ക്ക് ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇച്ചിരി നീട്ടലും കുറുക്കലും പിന്നെ ഒരു 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 എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളുടെ ഭാഷയിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ കൂട്ടിപ്പറയും, ചില കാര്യങ്ങൾ പതക്കെ പറയും, ചില കാര്യങ്ങൾ കുറച്ചും കൂടി നീട്ടിപ്പറയും. ഇതൊക്കെ ഞങ്ങളുടെ ഭാഷയുടെ ഒരു തൃശ്ശൂർ സ്ലാങ് കയറി വരും. അപ്പം ഞങ്ങൾ അങ്കമാലി തൊട്ടടുത്താണ്, തൃശ്ശൂർ ആയതുകൊണ്ടാണ് ആ സ്ലാങ് കയറി വരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, അച്ഛനാ നാട്ടുകാരനാ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയും അവിടുത്തെ ഭാഷ തന്നെയായിരിക്കും. അല്ലാണ്ട് എനിക്ക് വേറെ ഭാഷയൊന്നും അറിയത്തില്ല. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ഞങ്ങളുടെ ഭാഷയിൽ ചില കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ തെറിയായിരിക്കാം. ഞാൻ തെറിയായിട്ട് പറയുന്നതല്ല. മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ അത് തിരിച്ചറിഞ്ഞോളണം. കാരണം ഭാഷയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ആരും ഓ പറയില്ല. എന്ത് ചോദിച്ചാലും ഓ എന്ന് പറയുന്ന നാട്ടുകാരുണ്ട്.
ഇപ്പം ഈ കണ്ണൂർ ഭാഗത്ത്, പാലക്കാട് ഭാഗത്തൊക്കെ നിങ്ങൾ ചെന്നാൽ അവരെന്ത് ചോദിച്ചാലും ഓ പറയും. ഓ ഓ. ഈ തിരുവനന്തപുരം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ. തിരുവനന്തപുരംകാരോട് എന്തെങ്കിലും ചോദിച്ചാൽ ഓ ഓ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഈ മുക്കോല എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നു. കൺവെൻഷനാ, 3 ദിവസത്തെ കൺവെൻഷനാ. അപ്പോൾ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ധ്യാനിപ്പിക്കാൻ ചെല്ലുന്നത്. അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാനിങ്ങനെ ഇടയ്ക്ക് ഹല്ലേലൂയൊക്കെ പറയിപ്പിക്കാറുണ്ട് വലതേറെ ഉയർത്തി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഓ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഞങ്ങൾ അങ്കമാലിക്കാർ ഓ എന്ന് ഉപയോഗിക്കുന്നത് വേറെ അർത്ഥത്തില്ല. ഞങ്ങൾ അങ്കമാലിക്കാർ ഓ പറയുന്നത് ഇങ്ങനെയാണ്, ഓ. ഞങ്ങളിൽ ഓ എന്ന് പറഞ്ഞാൽ ആക്കണേ, ഒരു മനുഷ്യനെ ആക്കണേനും കളിയാക്കണേനും തുല്യ. തിരുവനന്തപുരത്ത് ഓ എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയണേന് തുല്യ. ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ആദ്യമായിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഞാൻ ധ്യാനത്തിൻ്റെ ഇടയിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും, നിങ്ങൾ പറയില്ലേ? അപ്പോൾ അവരെന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഓ. ഇവരൊന്നും ചെയ്യണില്ല, ഓ എന്ന് പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തില്ലേ? അപ്പോഴും അവർ പറഞ്ഞു ഓ. ഞാൻ പിന്നെയും ചോദിച്ചു, നിങ്ങളെല്ലാവരും സ്തുതിക്കില്ലേ? അപ്പോഴും പറഞ്ഞു ഓ. ഈ ഓ കേട്ടിട്ട് കുറേ നേരമായി ഇവർ ഓ എന്ന് പറയണു. എനിക്ക് അത്യാവശ്യം നാണം മാനില്ലാത്തൊരു ടീമാണ് ഞാൻ. ഈ നാണം മാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇവരോട് ചോദിച്ചു, ഞാനിങ്ങനെ നിന്ന് പരിങ്ങാണ് അവിടെ. അപ്പോൾ അവിടുത്തെ കൊച്ചച്ഛൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചിനുവച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച ഇവരെന്തേ എല്ലാത്തിനും ഈ ഓ എന്ന് പറയണേ? അപ്പോൾ ആ കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ ചിനുവച്ച ഇവിടെ ഓ എന്ന് പറയുന്നത് എസ് എന്ന് പറയണേന് തുല്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ കൊല്ലത്തെ കൈകെട്ടി ഈശോയുടെ പള്ളിയിൽ ധ്യാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കൈകെട്ടി ഈശോയുടെ അവിടെ ഒരു മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഞാൻ അവിടെ ധ്യാനിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ കൺവെൻഷന് വേണ്ടി വന്നേക്കണേ. ഞാൻ അവിടെ പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രസംഗം കേട്ടിട്ട് മുമ്പിലിരിക്കുന്നൊരു ചേച്ചി ചങ്കത്തിട്ടിടിക്കുക. ഞാൻ വിചാരിച്ചു, ദൈവമേ, എൻ്റെ കൺവെൻഷൻ പ്രസംഗം കേട്ടിട്ട് എന്തോ അത്ഭുതം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒടുക്കത്തെ പ്രസംഗം, ചേച്ചിയാണെങ്കിൽ ഒടുക്കത്തെ ഇടി. ഈ മഴയും ഇടി ഒന്നിച്ച് നടക്കണ പോലെയാണ് ഞങ്ങളുടെ 2 കാര്യം കാര്യം നടക്കണേ. ഞാൻ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് ചേച്ചി ഇടി കണ്ടിട്ട് ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുക, എന്തോ അത്ഭുതം ഇപ്പം നടക്കും. ചേച്ചി അതുപോലെ ഇടിക്കണേ. ഞാനാണെങ്കിൽ ഒടുക്കത്തെ പ്രസംഗം, ചേച്ചിയുടെ ഇട്ട് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഒടുക്കത്തെ പ്രസംഗം. ദൈവമേ, അത്ഭുതമാണെങ്കിൽ അത്ഭുതം, എന്താണെന്ന് വെച്ച് വരട്ടേന്ന് വെച്ചോണ്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കണേ. ഞാനാണെങ്കിൽ ഗംഭീര പ്രസംഗം. 9 മണി, 8:30 കഴിഞ്ഞു, 8:45, 9 മണിയായി. എൻ്റെ പ്രസംഗം തീരുന്നല്ലാതെ ചേച്ചിയുടെ ഇടി തീരണില്ല. ചേച്ചി ഒടുക്കത്തെ ഇടി ഇടിച്ചോണ്ടിരിക്കുക. അവസാനം 9:30 മണിക്ക് എൻ്റെ പ്രസംഗം തീർന്നു. പ്രസംഗം തീർന്നിട്ടും ചേച്ചിയുടെ ഇടി തീർന്നിട്ടില്ല. ഞാൻ വിചാരിച്ച ദൈവമേ, ഈ പുള്ളിക്കാരത്തി വെറുതെ ആവശ്യമില്ലാണ്ട് മനുഷ്യനെ കൊതിപ്പിച്ച് ഇടിപ്പിച്ചുകൊണ്ടിരുന്നല്ലോ കർത്താവേ, എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം നിർത്തി. പ്രാർത്ഥനയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ഭക്ഷണം കഴിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിക്കൂടെ ഈ സാധനം പാസ് ചെയ്ത് പോവാ. അപ്പം ഞാൻ അതിനെ വിളിച്ചു, ഇങ്ങ് വന്നേ. ഇങ്ങ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ചേച്ചിയെ, ഇതിനും മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിൻ്റെ അകത്തൊന്നിട്ടുള്ളേ? ഞാൻ വിചാരിച്ചു എന്തോ അത്ഭുതം നടക്കാൻ പോവാണെന്നാ. മനുഷ്യനെ വെറുതെ കൊതിപ്പിക്കല്ലേ. അപ്പം ഈ പുള്ളിക്കാരത്തി എന്നോട് പറയാ, എൻ്റെ പൊന്നച്ച, ആ അഴുത്താരൻ നിന്ന് എന്നാ തെറിയായി പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം, ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക്, ചില ശൈലികൾക്ക് ചിലപ്പോൾ ഇവിടെ തെറിയായിരിക്കും. ഞാൻ തെറിയായിട്ട് പറയുന്നതാണോ? ആണോ? ഉച്ചത്തിൽ പറ, ആണോ? അല്ല. എനിക്ക് എന്തും പറയാലോ. ഓ, താങ്ക് യു. ഇനി എനിക്ക് ഒരാളെ നോട്ടമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഈ കൺവെൻഷന് വരുമ്പോൾ ഹല്ലേലൂയ പറയിപ്പിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ പറയണതിന് ബുദ്ധിമുട്ടുണ്ടോ? പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ പറയണം കേട്ടോ. എൻ്റെ ഒരു കുഴപ്പതാ, പറയാമെന്ന് ചോദിക്കും. ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ. ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്തോളണം. ഞാൻ ഹല്ലേലൂയ പറഞ്ഞാൽ പറയുന്നുള്ളൊരു കൈ ഉയർത്തി. കൈ ഉയർത്താത്ത ഇനങ്ങളുണ്ടാവും കേട്ടോ ഇതിൻ്റെ ഇടയിൽ കേട്ടോ. ആ വലതുകര ഉയർത്തിപ്പിടിച്ചേ, പിടിക്ക്, വലത് ഉയർത്തിപ്പിടിക്കുക. നമ്മൾ കുറേ നേരം ഇരിക്കുന്നല്ലേ, നമുക്ക് എഴുന്നേറ്റേക്കാം. സ്റ്റാൻഡപ്പ് ഫോളോ ചെയ്യൂ. സ്റ്റാൻഡപ്പ്. ഓക്കെ, ഈ വലതുകര ഉയർത്തിപ്പിടിക്കാമോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എനിക്കറിയാം പലർക്കും ഇവിടെ കോച്ചുവാദം ഉണ്ടെന്ന് കേട്ടോ. ഈ കോച്ചുവാദം നിവൃത്തിപ്പിടിച്ചാൽ കർത്താവ് അനുഗ്രഹിക്കും കേട്ടോ. ഒന്ന് പിടിക്കുക. കർത്താവിന് കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും കൊടുക്കണം, പാതി കൊടുക്കരുത്. നമ്മുടെ കുഴപ്പമെന്നറിയോ, നമ്മൾ കർത്താവിന് എപ്പോഴും പാതിയെ കൊടുക്കുള്ളൂ. ചിലർ പറയുന്നുണ്ട്, എൻ്റെ അച്ഛാ അല്ലേലും വയ്യ. ഹല്ലേലൂയ അല്ല പറയണേ, അല്ലേലും
ചിലർ പറയാ അല്ലെങ്കിലും വയ്യ, കൈക്ക് വയ്യ കേട്ടോ, കാലിന് വയ്യ, മുട്ടിന് വയ്യ, ഒന്നിനും വയ്യ. നമ്മുടെ കുഴപ്പപ്പതാ, നമുക്ക് ഒന്നിനും വയ്യ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് നമ്മളോട് പറയും എനിക്കും വയ്യ. ഇതാണ് ഇപ്പോൾ പ്രശ്നം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലതും ഉയർത്തിപ്പിടിക്ക്. ചേച്ചിമാർക്കാണ് കോച്ചുവാദം കൂടുതൽ, ചേട്ടന്മാർ കുറച്ചും കൂടി നല്ലത്. ഈ ചേട്ടന്മാരെ നിങ്ങൾ നോക്കിയേ, ഈ ചേട്ടന്മാർ പുരുഷന്മാരുടെ ഭാഗത്തേക്ക് നിങ്ങൾ ചേച്ചിമാരൊന്ന് നോക്കിയേ, ചേച്ചിമാരൊന്ന് നോക്ക്. കണ്ട, പുരുഷന്മാർ പ്രാർത്ഥിച്ചതാ, ജന്മത്തിൽ ചെയ്യില്ല, എന്നാലും ചെയ്തതാ കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിക്കോ. അനി ഈ ചേച്ചിമാരൊക്കെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ഒരു കാലല്ലേ പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ, ഇടത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കര ഉയർത്തി ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ, എല്ലാം മറന്നു പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ. മതി, കൈതാത്തിക്കോ. നമ്മൾ പുതിയ വത്സരത്തിൽ നിൽക്കുകയാണല്ലേ. സൈഡിൽ നിൽക്കുന്നവരെ എല്ലാവരും അറിയോ? സൈഡിൽ നിൽക്കുന്ന ആളെ അറിയോ? ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്ക്. ഒരാളെ നോക്കിയാൽ മതി. സൈഡിൽ നിൽക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നോക്ക്. മുഖത്തേക്ക് നോക്കാൻ, എൻ്റെ പൊന്നടവേ, മുഖത്തേക്ക് നോക്ക്. ഫേസ് ടു ഫേസ് വിചാരിച്ചിങ്ങോട്ട് വാ. ഇതിങ്ങനെ നിൽക്കാനാ പറഞ്ഞേ, ഇതിങ്ങനെ നിന്നാ. ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കിയാ ഒന്ന് ചിരിച്ചേ. അയാളെ നോക്കി ഒന്ന് ചിരിക്ക്. വിചാരിച്ചാ മതി. ചിരിച്ചാ. ഞാൻ അയാളുടെ കൈയൊന്ന് പിടിച്ചേ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ, ശബ്ദത്തിൽ പറഞ്ഞേ, ഒന്നും കൂടിയും പറഞ്ഞേ. മതി, കൈ ഞെരിച്ചത് വിട്ടോ. ഇനി ഒരു വചനം കൂടി അയാളെ ചേർത്ത് പറയാൻ പോവാ. അയാളുടെ തോളത്തൊന്ന് പിടിച്ചേ, കൈ പിടിച്ചേ. ഇങ്ങനെ പിടിക്കാനല്ല പറഞ്ഞേ, ഇത് മറ്റേ ഭാര്യയും ഭർത്താവും പിടിക്കണതാ. ആ പിടുത്തം വേണ്ട കേട്ടോ, അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പിടിച്ചാൽ മതി. ഇത് ഇനിയിപ്പോ പിടിക്ക്, ഇതിപ്പോ ഇങ്ങനെ പിടിക്ക്. ഒരു വചനം പറയാൻ പോവാ അയാളെ നോക്കിയിട്ട് കേട്ടോ. അയാളുടെ മുഖത്തേക്ക് നോക്കി അയാൾക്കൊരു വചനം കൊടുക്കാൻ പോവാ ഈ പുതിയ വർഷത്തിൽ കേട്ടോ. 1 യോഹന്നാൻ 4:4 നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. 1 യോഹന്നാൻ 4:4 ആർക്കെങ്കിലും അറിയോ? 1 യോഹന്നാൻ 4:4 നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഞാൻ ഉപയോഗിക്കുന്നത് POC ബൈബിൾ ആണ്. ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, എങ്കിലും വചനം ഇത് തന്നെയാ. 1 യോഹന്നാൻ 4:4 നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് കേട്ടോ. തോളത്ത് കൈ പിടിക്ക്, അയാളുടെ മുഖത്തേക്ക് നോക്ക്. ഇവരെന്തീ കാണിച്ചു വെച്ചേ? ഓക്കെ, ഇവര് നിൽക്കണ എങ്ങനെയാണെന്നറിയാം. ഇതിങ്ങനെ അങ്ങനെ വേണ്ട, ഫേസ് ടു ഫേസ് കേട്ടോ. അയാളുടെ മുഖത്തേക്ക് നോക്കുക, തോളത്ത് കൈ പിടിക്കുക, അയാൾക്കൊരു വചനം കൊടുക്കുക ഈ വർഷത്തില്. അത് ഏറ്റവും സുന്ദരമായൊരു വചനം കേട്ടോ. അയാളുടെ മുഖത്തേക്ക് പറ 1 യോഹന്നാൻ 4:4 ശബ്ദത്തിൽ പറ 1 യോഹന്നാൻ 4:4 അയാളുടെ മുഖത്തേക്ക് പറ നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഒന്നുകൂടിയും പറ നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ഞാൻ അയാളുടെ തോളത്ത് തന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞോ, അതുകൊണ്ട് നീ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്, ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. ഒന്നും കൂടി പറ ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. കൈ എടുത്തോ, മതി, ഇരിക്കി. അറിയോ? ഒരു ക്ഷീണമൊക്കെ മാറിയോ? നിങ്ങൾ ഇത്രയും നേരം ഞാനിങ്ങനെ വന്നപ്പോൾ തൊട്ട് എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. അപ്പം നമ്മൾ ക്ഷീണിച്ച് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ തേജസ് കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും പ്രസംഗിക്കാൻ തോന്നണേ. ഞാൻ ഒന്നാമത് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാത്രി തിരിച്ചു പോയിട്ട് നാളെ തന്നെ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പിന്നെയും പോകണം. എനിക്ക് നാളെ ധ്യാനമുണ്ട് വൈകുന്നേരം തിരുവനന്തപുരത്ത്. അപ്പം എനിക്ക് കണ്ടിന്യൂസ് ധ്യാനം, തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വന്നപ്പോൾ തൊട്ട് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാത്തിൻ്റെ മുഖത്ത് സങ്കടമാണ്. എൻ്റെ പൊന്നടവേ, ഇതിനെ മാത്രം സങ്കടപ്പെടാൻ തൊട്ടുള്ളേ. ഈ 2024 കഴിഞ്ഞു, 2025 എത്തി നിൽക്കുക. 2025 ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞു. ഇനി ജീവിതത്തിൽ ചിന്തിക്ക്, ദൈവം ഉണ്ടെന്ന് ചിന്തിക്ക്. നമ്മുടെ ഒരു കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ ഒത്തിരി സങ്കടപ്പെട്ട് ജീവിക്കണവരെ, ഭയങ്കര നിരാശയാണ് നമുക്ക്, എപ്പോഴും നിരാശ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട, ഓർക്കേണ്ട കാര്യം എന്നറിയോ? നമ്മൾ ക്രിസ്ത്യാനികളാ, ക്രിസ്തുവിൻ്റെ മക്കളാ. നമ്മൾ പ്രത്യാശയുടെ മക്കളാ. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ചിന്തിക്കണം, ആര് എൻ്റെ കൂടെയുണ്ട്? ഉച്ചത്തിൽ പറ, ആരെൻ്റെ കൂടെയുണ്ട്? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഒന്നും കൂടി പറഞ്ഞേ, ആരെൻ്റെ കൂടെയുണ്ട്?
എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ എത്ര രോഗങ്ങളുണ്ടെങ്കിലും, എത്ര വേദനകളുണ്ടെങ്കിലും, എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടെങ്കിലും, എത്രയേറെ തടസ്സങ്ങളുണ്ടെങ്കിലും, കടബാധ്യതകളുണ്ടെങ്കിലും, മക്കളെക്കുറിച്ചുള്ള ആകുലതകളുണ്ടെങ്കിലും, പ്രായമായതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, അച്ഛൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയുന്നുള്ളൂ, മക്കളെ നിങ്ങളുടെ കൂടെ ആരുണ്ട്? ആരുണ്ട്? ചങ്ങത്ത് കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറയാണ്, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഒന്നുകൂടി പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. നിങ്ങൾ ഓർക്കണ്ട നിങ്ങളുടെ കൂടെ മറ്റു മനുഷ്യരൊക്കെ ഉണ്ടെന്ന്. എനിക്ക് ഈ അവസാനം പാടിയ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് തുടക്കം തന്ന പറഞ്ഞ പാട്ട്, ആ പാട്ട് ഭയങ്കരമായിട്ട് ഒരു ചേർച്ചയുള്ളൊരു പാട്ട് ഞാൻ പറയാൻ പോണ തീമായിട്ട്. 5-ാമത്തെ പാട്ട് നിങ്ങൾ വായിച്ചില്ലേ? അഭയം എനിക്കെന്നും നീ മാത്രമേ, ആശ്രയമായെന്നും നീ മാത്രമേ, എന്നെ യേശുനാഥനെ, എൻ പ്രാണപ്രിയനെ, നീയല്ലാതാരുമില്ല. ആ വചനങ്ങൾ, ആ പാട്ടിൻ്റെ വാക്കുകളൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട മനുഷ്യന്മാരൊക്കെ കൂടെ ഉണ്ടാവുമെന്ന്? ഉണ്ടാവോ? ഉറപ്പില്ല? പച്ചയ്ക്ക് ഇങ്ങനെ പറയില്ലുണ്ടാവില്ല എന്ന് കേട്ടോ. നീ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകാതെ ഞാൻ പറയുന്നതിനൊക്കെ കേട്ട് തലയാട്ടി കൂട്ടിക്കൊണ്ട് ഞാനിന്ന് രാത്രി എൻ്റെ വീട്ടിൽ പോവും. അനുഭവിക്കാനുള്ളത് നിങ്ങളാ. നിങ്ങൾ ഓർത്ത് നോക്കി, ജീവിത പങ്കാളി ഉണ്ടാവോ? മിണ്ടരുത് കേട്ടോ. ജീവിത പങ്കാളി ഉണ്ടാവും ഒരാവശ്യത്തിന്. നിങ്ങൾ ഓർക്കണ്ട ജീവിത പങ്കാളി ഉണ്ടാവുമെന്ന്. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇതുവരെയുള്ള ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്പോൾ ഉത്തരം കിട്ടും കേട്ടോ. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈ ജീവിത പങ്കാളിൽ തന്നെ മതി എന്നുള്ള എത്ര പേരുണ്ട്? കൈ പൊക്കണ്ട കേട്ടോ. ആകെ ഇവിടെ പ്രശ്നമാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നിങ്ങളുടെ അച്ഛന്മാരും കല്യാണം കഴിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഞാനാണ് ഈ കല്യാണം കഴിക്കാത്ത അച്ഛനെ, ഞാനും തിരുമനസ് മാത്രമേ കല്യാണം കഴിക്കാത്തുള്ളൂ എന്നാണല്ലേ. സുജിതനും ഞങ്ങൾ 3 പേര് മാത്രമേ കല്യാണം കഴിക്കാത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ചിന്തിച്ചു നോക്കേ, അടുത്തൊരു ജീവിതത്തിലും ഈ ജീവിത പങ്കാളി തന്നെ മതി എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ അപ്പുറത്തേക്ക് നോക്കാം, അവളെങ്ങാനും പൊക്കിയോ? ആകെ പ്രശ്നമാവുന്നൊരു ചോദ്യം അത് കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമ്മുടെ കൂടെ കിടന്നുറങ്ങണ, നമ്മുടെ കൂടെ ജീവിക്കണ നമ്മുടെ ജീവിത പങ്കാളിനെ പോലും അടുത്ത ജീവിതത്തിൽ നമുക്ക് വേണ്ട, മടുത്തു തുടങ്ങി. കൂടെ ഉണ്ടാവോ അവര്? നോ ഐഡിയ. മക്കളുണ്ടാവോ? നീ എന്ത് കാര്യത്തിലാ ഉത്തരം പറയണേ? മക്കളുണ്ടാവോ? ഉറപ്പുണ്ടോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മനുഷ്യനാ. ഇത് വേണമെങ്കിൽ കൈ പൊക്കാം കേട്ടോ. എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാര് ഒന്ന് കൈവയ്ക്കേ. അന്തസ്സോടെ പൊക്കണം കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പറയാം. എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാര് കൈവക്കാൻ. അവിടെ ഇരിക്കുന്ന ഒരു കൊച്ച് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ പൊക്ക്, ഞാൻ എന്തൊക്കെയാലും നോക്കിക്കോളാം. ഇനി അച്ഛൻ ചോദിച്ചല്ലേ, ഇനി പൊക്ക്, കൈ നോക്കട്ടെ. 2, 4, 6, 8, 10, 12, 14, 16, 18, ഒരു 20, 22, 24, 26, 30 പേര് ആ സൈഡുണ്ട്. ഇവിടെ പുരുഷന്മാരുടെ കൈ പൊക്കട്ടെ. 2, 4, 6, 8, 10, ഒരു 10, 20 പേരുണ്ട്. ഓ പോട്ടെ. ഇവിടെ ആരും ഇല്ലല്ലേ? ഇവിടെ പാട്ട് മാത്രമേ ഉള്ളൂ, മക്കൾ നോക്കുന്ന ഉറപ്പൊന്നുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനെ ചോദിച്ചേ. നിങ്ങളോട് ചോദിച്ചേ, നിങ്ങളുടെ മക്കൾ നോക്കുന്ന ഉറപ്പുണ്ടോന്ന്. ഈ പൊക്കാത്തവരുടെ എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് മക്കളില്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷേ ഉറപ്പില്ല. എന്ത് കാര്യത്തില്? മക്കള് എന്നെ നോക്കുമെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഉച്ചത്തിൽ പറയടോ, ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടിയിട്ടാ. എന്നിട്ട് നിങ്ങൾ പറയാ ആ മക്കൾ എന്നെ നോക്കൂല. കൂടപ്പിറപ്പുകൾ ഉണ്ടാവോ ജീവിതത്തിന്? ഉണ്ടാവോ? എൻ്റെ കൂടപ്പിറപ്പ് ഉണ്ടാവുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? പൊക്കണ്ട. ആകെ പ്രശ്നം പിടിച്ചൊരു ചോദ്യം. മക്കളുടെ കാര്യമാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാം. ഇതൊന്നും പ്രശ്നം പിടിച്ച ചോദ്യാ. നമ്മുടെ നാട്ടിൽ പറയും ചോരയ്ക്ക് ചോരയുണ്ടാവുമെന്ന് പറയും. ചോരയുണ്ടാവോ? എവിടെ? കൂടപ്പിറപ്പ് ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ഇനി കൂട്ടുകാരുണ്ടാവോ? എവിടെ? കേട്ടോ, പല കൂട്ടുകാരന്മാരും അങ്ങോട്ടൊക്കെ നോക്കണ്ട്.
നീ ഉണ്ടാവോ? എന്താ ഉറപ്പ്? എന്തുട്ട് ഉറപ്പുള്ളേ? കൂട്ടുകാരുണ്ടാവുന്ന ഉറപ്പില്ല, ജീവിത പങ്കാളി ഉണ്ടാവുന്ന ഉറപ്പില്ല, മക്കളുണ്ടാവുന്ന ഉറപ്പില്ല, കൂടപ്പിറപ്പുകൾ ഉണ്ടാവുന്ന ഉറപ്പില്ല. എന്തുട്ട് ഉറപ്പുള്ള പിന്നെ ജീവിതത്തിന്? ഈ 2024 വരെ ജീവിച്ചിട്ട് 2025 എത്തി നിൽക്കുമ്പോൾ എൻ്റെ മക്കളെ, എൻ്റെ ദൈവജനമേ, എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. ജീവിതത്തിലെ ഒരു കാര്യം പഠിച്ചു വയ്ക്കണം കേട്ടോ. എൻ്റെ കൂടെ എന്നുള്ളത് എൻ്റെ തമ്പുരാൻ മാത്രം, എൻ്റെ ദൈവം മാത്രം. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളല്ലെങ്കിൽ ഏത് മനുഷ്യനോടും ചോദിച്ചു നോക്കിക്കോ, ഇത്രയും എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ മനുഷ്യരോടും ചോദിച്ചു നോക്കിക്കോ, പണ്ട് ഞാൻ സ്നേഹിച്ചവരൊക്കെ ഇന്ന് എൻ്റെ കൂടെയുണ്ടോ എന്ന് ചോദിച്ചു നോക്കിക്കോ. അവരൊക്കെ പറയും ആരെൻ്റെ കൂടെയില്ലെന്ന്. ഞാൻ ചേർത്ത് പിടിച്ചവർ കൂടെയുണ്ടോയെന്ന് ചോദിച്ചു നോക്കിക്കോ, അവരൊക്കെ പറയും ആരും എൻ്റെ കൂടെയില്ലെന്ന്. സത്യമല്ലേ? സത്യമല്ലേ? അതെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? പണമുണ്ടോ, അധികാരമുണ്ടോ, മനുഷ്യന്മാർ കൂടെ ഉണ്ടാവും. പണമില്ലേ, അധികാരമില്ലേ, മനുഷ്യന്മാർ ഉണ്ടാവില്ല. പക്ഷെ പണമില്ലെങ്കിലും അധികാരമില്ലെങ്കിലും ആര് കൂടെ ഉണ്ടാവും? ദൈവം കൂടെ ഉണ്ടാവും. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു സത്യം അത് കേട്ടോ. പണം ഉണ്ടെങ്കിൽ മനുഷ്യന്മാരുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചോക്കെ, ചിലപ്പോൾ പറ്റ തള്ളേനെ പോലും മക്കൾ സ്നേഹിക്കണത് പണമുള്ളതുകൊണ്ടാ. പ്രായം ചെയ്യുന്ന അപ്പനും അമ്മേനെ വരെ ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ നോക്കണത് അപ്പൻ്റെ അമ്മയുടെയും സ്വത്ത് ഭാഗം വയ്ക്കാൻ വേണ്ടിയിട്ടാ. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. കുറച്ച് നാള് ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വല്യപ്പൻ എപ്പോഴും കൈ ഇങ്ങനെ വായിലിട്ടോണ്ടിരിക്കുള്ളൂ. ഞാൻ വിചാരിച്ചു, ദൈവമേ, ഈ പുള്ളിക്കാരനെ എന്തൊട്ട് പരിപാടിയെ കാണിക്കണേ. ഈ പ്രായമായിട്ട് ഈ പുള്ളിക്ക് കൈയെടുക്കാൻ പറ്റിയിട്ടില്ലേ? കാരണം ഈ ചെറിയ പ്രായത്തിലൊക്കെ പിള്ളേർ കൈയിട്ട്, നമ്മുടെ ചെറിയ പ്രായത്തിൽ പിള്ളേർ ഇങ്ങനെ കൈയിടും. ഞാൻ ഈ പ്രായം ചെയ്യുന്ന അപ്പനെ കാണാൻ ചെന്നപ്പോൾ അപ്പൻ ഇങ്ങനെ കൈയിട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ വീട് വിസിറ്റ് ചെയ്യാൻ ചെന്ന കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ഈ കാരണവരെന്ത് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത്? ഞാനാണെങ്കിൽ ചോദിക്കാനും പോയില്ലേ, പ്രായമായ കാരണവന്മാരോട് ചോദിക്കാൻ പറ്റുമോ? അവസാനം പിള്ളേരൊക്കെ അടുത്ത് ഇപ്പുണ്ട്, അടുത്തൊക്കെ നിൽക്കുന്നുണ്ട്, പിള്ളേരും എല്ലാവരും ചുറ്റിനുമുണ്ട്. അപ്പനാണെങ്കിൽ കിടക്കുന്നുണ്ട്. അപ്പൻ കിടക്കുന്നത് ഇങ്ങനെയാ. അപ്പൻ ഒരിക്കലും ഈ കൈ പുറത്തിടില്ല, ഇങ്ങനെ കിടക്കണേ. ഫുൾ ടൈം പുള്ളി കിടപ്പാ, ഇങ്ങനെ കിടക്കോളൂ. ഒരു നേരം പോലും, ഉറങ്ങണ നേരത്ത് പോലും വായുടെ അകത്ത് കൈ ഉണ്ടാവും. അപ്പം ഞാൻ ഈ പിള്ളേരോടൊക്കെ ചോദിച്ചിട്ട് അവസാനം ഈ കാരണവരോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കണം, അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് പറയണം. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടുകാരൊക്കെ പോയേ, പിള്ളേരൊക്കെ പോയേ. എല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ പുള്ളി വായെന്ന് കൈയെടുത്തുട്ടാ, പുറത്തേക്ക് എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ, ഈ പ്രായത്തിലും എന്തിനാ ചേട്ടൻ ഇങ്ങനെ കൈ വായിലിട്ടോണ്ടിരിക്കണേ? അപ്പം ഈ പുള്ളി എന്നോട് പറയാ, എൻ്റെ പൊന്നച്ച, ഞാനങ്ങനെ അറിയാണ്ട് അങ്ങനെ എൻ്റെ കൈ പുറത്തിട്ട എൻ്റെ പിള്ളേരെ ഒപ്പിടിച്ചോണ്ട് പോകും. അപ്പം അതുകൊണ്ട് അവരറിയാതെ, അവരൊപ്പിടിക്കാതിരിക്കാൻ വേണ്ടി വായൽ കൈവച്ച അറിയില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ കാലഘട്ടം പോയൊരു പോക്ക്. പുള്ളി ഏത് നേരം ഇപ്പം ഇങ്ങനെ ഇരിക്കണേ. ഇവിടെ ഇരിക്കണ കാരണവന്മാർക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടോണ്ടിരുന്നാൽ മതി, ആരും തൊടിയിക്കാൻ വരില്ല. നിങ്ങൾ ചിന്തിച്ചോക്കെ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ പ്രായമായ അപ്പച്ചനെയും അമ്മച്ചിനെയും വരെ നമ്മൾ നോക്കണത് ആ സ്വത്ത് കൈവശാക്കാൻ വേണ്ടിയിട്ടാ. അത്രേ ഉള്ളൂ സ്നേഹം എന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ പരസ്പരം പറ്റിച്ചോണ്ടിരിക്കുക അല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പത്രമാസികകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, അപ്പനെ കൊല്ലുന്ന മക്കള്, മക്കളെ കൊല്ലുന്ന അപ്പന്മാര്, ഭാര്യനെ വിൽക്കുന്ന ഭർത്താക്കന്മാര്, ഭർത്താവിനോട് ക്രൂരത കാണിക്കുന്ന ഭാര്യമാര്, ഇതിങ്ങനെ ഏറി വരാ ഇന്നത്തെ കാലഘട്ടത്തിൽ. വളരെ നിരാശാജനകമായ, അന്ധകാരം നിറഞ്ഞ, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. പലരും വന്നിട്ട് എന്നോട് പറയും, ജിനുവച്ചാ പ്രാർത്ഥിക്കണം, എനിക്കാരുമില്ല, പ്രാർത്ഥിക്കണം. അച്ഛൻ മടുത്തു, ജീവിക്കണ്ട, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, ഇനി ഞാൻ എങ്ങോട്ട് പോവും, ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്കാരുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വിങ്ങലിത്. ഒത്തിരി മനുഷ്യരത്. ഇന്ന് വന്നപ്പോൾ ഞാൻ രാവിലെ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു മേരി ചേച്ചി എന്നെ വിളിച്ചേക്കാ, അച്ഛാ ജീവിക്കണമെന്ന് തോന്നണില്ല അച്ഛാ, മടുത്തു ജീവിച്ച്, എനിക്ക് മരിച്ചാൽ മതി അച്ഛാ. അങ്ങോട്ട് കർത്താവ് എടുക്കാത്തെന്താ, സ്വയം ചാവാൻ പേടിയാ, പക്ഷെ കർത്താവ് എടുക്കണില്ല. എന്തിനച്ഛാ ഇങ്ങനെ ജീവിക്കണേ? നമ്മുടെ ഒക്കെ ഒരു ചോദ്യ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, എൻ്റെ മക്കളെ
ജീവിതത്തിൽ ഒരു കാര്യം ചിന്തിക്കണം, ആരെൻ്റെ കൂടെയുണ്ട്? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അത് മതിയോ നമുക്ക് ജീവിക്കാൻ? നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ സ്നേഹിച്ചവരൊക്കെ എൻ്റെ കൂടെ എല്ലാ നേരത്തും ഉണ്ടാവുമെന്ന്? ഇല്ല. ഒരു ജീവിതത്തിൻ്റെ ഒരു ആവശ്യഘട്ടത്തിൽ ചിലപ്പോൾ എത്ര പേര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന് മാത്രമേ ചില കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ദൈവത്തില് ശരണപ്പെട്ട് ജീവിക്കാൻ ഈ 2025 ഞാൻ നിങ്ങളോട് പറയണം. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ, ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? പേടിക്കോ? ഒന്നും കൂടി പറ, പേടിക്കോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? എന്തോ എന്തോ എന്നാ തള്ളടാ തള്ളിയേ? പേടിയില്ലെന്നോ? പേടിയില്ല? ഓ, പേടിയില്ലാത്ത ജന്മങ്ങള്. ഇതുപോലെ പുറത്ത് വെച്ചത് നന്നായി. വലിയ ബിൽഡിങ്ങിന്റെ അകത്തായിരുന്നു ഞാൻ ബിൽഡിങ് പൊളിഞ്ഞു വീണാണ് ഇതുപോലെ തള്ളു കേട്ടിട്ട് കേട്ടോ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ടെൻഷൻ അടിക്കോ? ഇല്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? എന്തോ എന്തോ ആ ഉണ്ട്, സത്യം പറഞ്ഞ കാത്തു കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ദൈവം കൂടെയുള്ള മനുഷ്യൻ ഒരിക്കലും ടെൻഷൻ അടിക്കില്ല. കാരണം എന്താ? അവന്റെ ആശ്രയം ആരാ? ദൈവ. അവന്റെ പിൻബലം ആരാ? ദൈവ. അവന്റെ കൂടെയുള്ളത് ആരാ? ദൈവ. പിന്നെ എന്തിനാ അവന് ടെൻഷൻ അടിക്കണേ? ജീവിതത്തിലെ എത്ര വലിയ വിഷമത്തിന്റെ നടുവിലും ഈ ഒരു ബോധ്യത്തിലേക്ക് നീ കടന്നു വന്നോന്നാ അച്ഛൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൽ എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-31 തിരുവചനം ആർക്കെങ്കിലും അറിയോ? റോമർ 8:31. റോമർ 8:31. ഇടയ്ക്കൊക്കെ അത് എടുക്കുന്ന നല്ലതാട്ടോ ഈ സത്യവേദ പുസ്തകമൊക്കെ. വികാരിച്ച് തന്നെ വായിക്കണ്ട കേട്ടോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു വചനം അത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാ? ജീവിതത്തിൽ എപ്പോഴും ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വചനം അത്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണേ? ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണേ? രോഗം വന്നോട്ടെ, ദുരിതം വന്നോട്ടെ, സങ്കടങ്ങൾ വന്നോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ വന്നോട്ടെ, കടബാധ്യതകൾ വന്നോട്ടെ, എന്തും വന്നോട്ടെ, ദൈവം ഉണ്ടെന്ന് നീ എന്തിനാ പേടിക്കണേ? ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടു നടക്കണ ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോ, തൂണിലും തുരുമ്പിലും ജീവിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോ, എല്ലാത്തിനേക്കാൾ ഉപരി ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് ഒരു ജീവിതത്തെ പോലും അതിന് മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോ ഞാനെന്തിനാ പേടിക്കണേ? ഞാനെന്തിനാ സങ്കടപ്പെടണേ? നമ്മൾ പാടുന്ന ഒരു പാട്ടില്ലേ, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, നിർത്ത്, ഒന്നിച്ചു പാടുക കേട്ടോ. എല്ലാവരും കൂടി ശബ്ദത്തിൽ പാടണം. പുരുഷന്മാരുടെ ശബ്ദം കൂടി എനിക്ക് കേൾക്കണം. നിങ്ങൾ ഈ പുരുഷന്മാരെ ഇടയ്ക്കൊക്കെ വായ തുറന്നൊന്ന് പാടണം കേട്ടോ, അല്ലെങ്കിൽ ചത്തുപോകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സിമ്പിൾ കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആർക്കാ തന്നെയെന്നറിയോ? ആർക്കാ? പുരുഷന്മാർക്കാ. എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ വർത്താനം പറയത്തില്ല, ചിരിക്കത്തില്ല, മിണ്ടത്തില്ല, ഏതു നേരം ഇങ്ങനെ ഇരിക്കും. എന്തു പറഞ്ഞാലും ഇങ്ങനെ ഇരിക്കും. ഇടവേ ചത്തുപോകും. നിങ്ങൾ ഇടയ്ക്ക് വായ തുറന്നൊന്ന് പാട് കേട്ടോ. നിങ്ങളൊക്കെ നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയാം. ഈ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കുറവ് ആൾക്കാർക്കെന്നറിയോ? സ്ത്രീകൾക്കാ. കാരണം എന്നറിയോ? ഇവരെല്ലായിടത്തും പോയി കുറ്റമൊക്കെ പറഞ്ഞ് തീർക്കും. അല്ല, ഞാൻ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതാ കേട്ടോ, മോശം ഉദ്ദേശത്തോടെ പറഞ്ഞാൽ. ഇവരെല്ലായിടത്തൊക്കെ പോയി അയൽവക്കത്തൊക്കെ പോയി കുറ്റമൊക്കെ പറഞ്ഞ്, ഭർത്താവിന്റെ കുറ്റം, ഭാര്യയുടെ, എല്ലാവരുടെ കുറ്റം, അയൽവക്കക്കാരുടെ കുറ്റമൊക്കെ അപ്പുറത്തൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെ തീർക്കും. പുരുഷന്മാർ ഈ പരിപാടിക്കൊന്നും പോവില്ല. കുറ്റം പറയില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വായ തുറന്നൊന്ന് പാട് കേട്ടോ. എല്ലാവരും കൂടി ഒന്നിച്ചൊന്ന് പാടേ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടവിലുണ്ട്. ഒന്നുകൂടി. കാറ്റിനെയും
കഴിവുള്ളോൻ പടകിലുണ്ട്. മതി. അപ്പൊ ഈ വരികളൊന്ന് ശ്രദ്ധിച്ചേ. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്തു ഓളം വന്നാലും നീ ഭയപ്പെടേണ്ടാന്ന്. എങ്ങനെയുള്ള ദൈവ കൂടെയുള്ള? കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാനെന്തിനാ പേടിക്കണേ? എൻ്റെ അപ്പൻ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് കേട്ടോ. എത്രയേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ വന്നാലും ഈ പാട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പാട്ട്, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. എൻ്റെ അപ്പൻ എപ്പോഴും പാടുന്നൊരു പാട്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എവിടെ പോയി, ഇപ്പോൾ വിദേശത്ത് എവിടെ പോയി പാടിയാലും, ഏത് നാട്ടിൽ പോയി പാടിയാലും ഞാൻ ഈ പറയുന്ന പാട്ടുകളൊക്കെ പാടും കേട്ടോ. എല്ലാ സഭക്കാരും പാടുന്നൊരു പാട്ടാണ്. പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയാ: കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം കണ്ണുനീർ വാർത്തവനൻ. അടുത്ത വരി: നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും. ഒന്നും കൂടി: നിന്മനം പതറാതെ നിന്നോട് കൂടെയുണ്ട്, ഞാനുണ്ട്. അടുത്ത വരി ആർക്കെങ്കിലും അറിയോ? തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ ജയിലറ മരണമോ നിന്മനം നിന്നോട് കൂടെയുണ്ട്, ഞാനുണ്ട്. മതി. വരികളൊന്ന് ശ്രദ്ധിച്ചോ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരുന്നു. ഗെത്സമൻ തോട്ടത്തിൽ കണ്ണുനീർ വാർത്ത് കരഞ്ഞതാരാ? ഈശോനാഥനാ കേട്ടോ. കാര്യം നടത്തി തരുന്നു. അടുത്ത വരിയുടെ ഏറ്റവും സുന്ദരമായ വരി: നിന്മനം ഇളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെയെന്ന്. ജീവിതത്തിലെ ഓർത്തു നോക്കിയേ, ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആർക്കാ പറ്റുക? ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എത്ര വലിയ ദുരിതത്തിൻ്റെ നടുവിലും നീ ചിന്തിക്കേണ്ട ഏറ്റവും സുന്ദരമായ കാര്യം ഈ കാര്യമാണ്: എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂട്ടിന്. ആ ദൈവം എന്നെ നോക്കിക്കൊള്ളും. ചിലപ്പോൾ എനിക്ക് രോഗങ്ങളുണ്ടാവാം, ക്യാൻസർ ആയിരിക്കാം, മാരകമായ ഒത്തിരിയേറെ അസുഖങ്ങളുണ്ടായിരിക്കാം, ചിലപ്പോൾ ജീവിതത്തിൻ്റെ തടസ്സങ്ങളുണ്ടായിരിക്കാം, ഒത്തിരി വലിയ കടബാധ്യതകൾ ഉണ്ടായിരിക്കാം, ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ജീവിതത്തിൽ ഓർക്കണം, എൻ്റെ കൂടെ എൻ്റെ തമ്പുരാനുണ്ട്, അവൻ എന്നെ നോക്കിക്കോളും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ചത് നിങ്ങളുടെ കഴിവുകൊണ്ടാണോ? പ്രാപ്തി കൊണ്ടാണോ? നിങ്ങളുടെ മാത്രം അധ്വാനം കൊണ്ടാണോ? അല്ല. ഇത്രയും നാൾ നമ്മൾ ജീവിച്ചത് ആ തമ്പുരാന്റെ കാരുണ്യം കൊണ്ടാ. ഈ നിമിഷം വരെ നമ്മൾ ശ്വസിക്കുന്നത് പോലും ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാ. എത്രയോ പേര് ശ്വസിക്കാൻ പറ്റാതെ ജീവിക്കണു, എത്രയോ പേര് കാലില്ലാതെ ജീവിക്കണു, കൈയില്ലാതെ ജീവിക്കുന്നു, കണ്ണില്ലാതെ ജീവിക്കുന്നു. എത്രയോ പേർക്ക് നമുക്കുള്ളതുപോലെ സൗഭാഗ്യങ്ങളില്ലാതെ ജീവിക്കുന്നു. നമ്മൾ ഇത്രയും നാൾ ദൈവം കാത്തില്ലേ? എന്തോരം അപകടങ്ങളുണ്ടായി, എന്തോരം രോഗങ്ങളുണ്ടായി, ഇതുവരെ ദൈവം നോക്കിയിട്ടില്ലേ? ഇനിയുള്ള കാലഘട്ടത്തിലും ആ ദൈവം തന്നെ നമ്മളെ നോക്കിക്കോളും. പിന്നെ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കണേ? എന്തിനാ ഇത്രയും വിഷമിക്കണേ? ഇന്ന് മനുഷ്യനും ഒരു ഭയങ്കര സങ്കടത്തിലാ. എപ്പോഴും മനുഷ്യനെ വിളിച്ചിട്ട് പറയും, പ്രാർത്ഥിക്കണം അച്ഛാ, പ്രാർത്ഥിക്കണം, 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 പ്രാർത്ഥിക്കണം. അച്ഛൻ മടുത്തു, ജീവിക്കണ്ട, ചത്താതി. നിങ്ങൾ ഓർത്ത് നോക്കിയേ, കോവിഡ് വന്നില്ലേ? ഇവിടെ വന്നില്ലേ? ഞാൻ അടുത്ത വൈറസ് വരട്ടെ കർത്താവേ. കോവിഡ് വന്നു കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളിപ്പോഴും അടുത്തൊരു വൈറസ് വന്നെന്നൊക്കെ കേൾക്കണ്ട. എന്തെങ്കിലും ആവട്ടെ, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ വരാതിരിക്കാൻ. നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? ആ, കർത്താവ് നിന്നോളും കേട്ടോ. ഓർത്ത് നോക്കി, വെള്ളപ്പൊക്കം ഉണ്ടായി, ഇവിടെ വന്നില്ലേ? 2018 വെള്ളപ്പൊക്കം ഇവിടെ വന്നില്ലേ? ഇവിടെ ഒന്നും വെള്ളം കയറില്ലേ?
എൻ്റെ കർത്താവേ, അടുത്ത പ്രാവശ്യം ഇവിടെ എങ്ങനെ കയറാവുന്ന രീതിയിൽ ഇച്ചിരി വെള്ളപ്പൊക്കം അവിടെ കൊടുക്കണേ കേട്ടോ. ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും, വിചാരിച്ചോന്ന് ഓർത്തോക്കിയോ ഏട്ടാ. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഞങ്ങളുടെ നാട്ടിലെ കോട്ടുക്കത്തെ വെള്ളം കേട്ടോ, സർവത്ര വെള്ളം, എന്നിട്ട് നമ്മൾ ജീവിച്ചു കേട്ടോ. ഈ മുല്ലപ്പെരിയാറെങ്ങനെ പൊട്ടിയ ഈ ഭാഗത്തൂടെ വരുമോ? അല്ലേ? ആ പ്രതീക്ഷയും പോയി, കർത്താവ് കാത്ത് കേട്ടോ. എനിക്ക് ആകെ ഒരു പ്രതീക്ഷ അതിലായിരുന്നു, അതും പോയി കേട്ടോ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അറിയോ, മുല്ലപ്പെരിയാറൊക്കെ പൊട്ടി ആദ്യം പോണത് ഞാനൊക്കെയാ. പൊട്ടൊന്നുമില്ല, കർത്താവ് കാത്തോളും കേട്ടോ. ഈ മുല്ലപ്പെരിയാറെങ്ങാനും പൊട്ടിയാൽ നിങ്ങൾ ചിന്തിച്ചോളാം, ഞാൻ അറബിക്കടലുണ്ടാവും. ഞാനവിടെ വചനം പ്രസംഗിച്ച അറബിക്കടലുണ്ടാവും. നിങ്ങൾ ചിന്തിക്കണമായിരുന്നോ, വെള്ളപ്പൊക്കം ഉണ്ടായി, കോവിഡ് വന്നു, എന്തോരം മഹാമാരികൾ നമ്മുടെ ഇടയിൽ വന്നു. നമ്മളിപ്പോഴും കർത്താവ് കൊണ്ടുനടക്കാല്ലേ. എന്തോരം അപകടങ്ങൾ വന്നു ജീവിതത്തിൽ, മരിക്കേണ്ട ചില അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും കർത്താവ് കൊണ്ടുനടക്കണില്ലേ. എന്തോരം അസുഖങ്ങൾ വന്നു, എന്നിട്ടും കർത്താവ് കൊണ്ടുനടക്കണില്ലേ. എന്തോരം പ്രശ്നങ്ങൾ വന്നു ജീവിതത്തിൽ, എന്നിട്ടും കർത്താവ് നോക്കണില്ല ഇതുവരെ. എന്നിട്ട് എന്തിനാ പേടിക്കണേ? എടവേ, ഇത്രയും നാളെ കാത്ത ദൈവം ഇനിയുള്ള ജീവിതത്തിലും കർത്താവ് നമ്മളെ കാത്തോളും. അത് വിശ്വസിക്കേ. അത് വിശ്വസിക്കാൻ പറ്റിയാൽ നമുക്ക് ചിരിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇന്നത്തെ മനുഷ്യര് ചിരിക്കാറില്ല. ഈ മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? ചിരിക്കാന്നുള്ളത്. മൃഗങ്ങൾക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ മനുഷ്യന്മാരൊക്കെ ഇന്ന് മൃഗങ്ങളായിക്കൊണ്ടിരിക്കുക, സത്യ കേട്ടോ. അതുങ്ങളാണ് കുറച്ചുകൂടി നല്ലത് നമ്മളെക്കാലൊക്കെ കേട്ടോ. നന്ദി കാണിക്കും, സ്നേഹം കാണിക്കും, എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ ചിന്തിച്ചു, മനുഷ്യന് മാത്രം പറ്റുന്ന ഒരു കാര്യം ചിരിക്കാന്നുള്ളത്. ഇന്ന് മനുഷ്യന്മാര് ചിരിക്കാറില്ല. അത് ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരുത്തി ചിരിക്കാൻ പറഞ്ഞേ, മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ പറഞ്ഞേ. അവന്റെ തോളത്തെ കൈയിടാൻ പറഞ്ഞറിയോ? മനുഷ്യന്മാരൊന്നും നോക്കാറില്ല പരസ്പരം, അല്ലേ? മുഖത്തോട് മുഖം നോക്കാറുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഈ സാധനം നോക്കിക്കൊണ്ടിരിക്കണത്. ഈ സാധനം നോക്കാൻ നേരമുള്ളൂ, മുഖത്തോട് മുഖം നോക്കാൻ നേരമില്ല. ഭാര്യയും ഭർത്താവൊക്കെ കണ്ടിട്ട് കുറെ നാളുകളായി, മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ടേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ജീവിതം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ഇന്നത്തെ കാലഘട്ടത്തില്. ഞാൻ എന്താ പറയണമെന്നറിയോ മക്കളെ, എന്തു വന്നാലും ജീവിതത്തിൽ ഒരു കാര്യം പഠിക്കണം. എൻ്റെ കൂടെ എൻ്റെ തമ്പുരാനുണ്ട്, ആ ദൈവം എന്നെ നോക്കിക്കോളും. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എൻ്റെ പൊന്നച്ച അച്ഛന് ഇതൊക്കെ ഈസി ആയിട്ട് പറഞ്ഞിട്ട് പോവാം. ഞങ്ങളാണ് കുടുംബജീവിതമൊക്കെ നയിക്കണേ. അച്ഛന് കുടുംബവും ഇല്ല, കെട്ടിയോളും ഇല്ല, ഒന്നുമില്ല. ആഗ്രഹമൊക്കെ ഉണ്ട്, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ സഭയിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അതല്ല, എൻ്റെ കർത്താവ് വീഡിയോ കൊണ്ടായിരുന്നു, അറിയാണ്ട് പറഞ്ഞു പോയതാ ഞാൻ കേട്ടോ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണേ, ആഗ്രഹമൊന്നുമില്ല കേട്ടോ. ഇത് സന്തോഷത്തോടെ ജീവിക്കണ്ട, ഒരു കുഴപ്പമില്ല കേട്ടോ. തിരുമനസ്സിനും അറിയാം ഇത് സന്തോഷമുള്ളൊരു ലൈഫാ അല്ലേ? കേട്ടോ. ഞങ്ങളൊക്കെ സെമിനാരി ജീവിതത്തിൽ തുടങ്ങുന്നത്, ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരി പോണതാണ്. പിന്നെ ഒരു 12 വർഷം സെമിനാരി പഠിക്കണം ഞങ്ങൾക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ 12 വർഷം സെമിനാരി പഠിച്ചിട്ടാ പിന്നെ അച്ഛനായിട്ട് വന്നെ. അപ്പോഴേക്കും നമ്മളിങ്ങനെ തന്നെ ജീവിച്ചും ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിച്ചും നമ്മൾ തന്നെ ജീവിക്കാൻ തുടങ്ങും പതുക്കെ. ഞങ്ങളുടെ ഫോർമേഷൻ അങ്ങനെയാണ് കേട്ടോ. എന്നോട് അമ്മ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, നീ കെട്ടാത്തത് നന്നായി. എന്തെങ്കിലും ആവട്ടെ, തമ്പുരാൻ അറിഞ്ഞു നന്നായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാനെന്താ, നിങ്ങൾ പലരും ചോദിക്കും, അച്ഛന് കല്യാണം കഴിച്ചിട്ടും ഇല്ല, കുടുംബവും ഇല്ല, മക്കളും ഇല്ല, എന്തുട്ടുള്ളേ ഒറ്റത്തടി, അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? അച്ഛന് ഇതൊക്കെ പറയാം, ഞങ്ങളല്ലേ അച്ഛൻ അനുഭവിക്കണേ. ശരിയാ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. പലരും ചോദിക്കാറുണ്ട്, അച്ഛന്മാർക്കൊക്കെ എന്തുട്ട ബുദ്ധിമുട്ടുള്ളേ, അച്ഛന്മാർക്കൊക്കെ എന്തുട്ട സങ്കടമുള്ളേ, ഞങ്ങൾ ഈ കുടുംബജീവിതം നയിക്കുന്നവർക്കല്ലേ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഉള്ളേ. ശരിയാണോ? എടവേ, എനിക്കൊരു തന്തയും തള്ളയുണ്ട്. എൻ്റെ അപ്പന് ക്യാൻസറാ, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എൻ്റെ അപ്പന് ആമാശയത്തിലെ ക്യാൻസർ. എത്ര നാൾ ജീവിക്കുന്ന പോലും ഉറപ്പില്ല. അപ്പന് ക്യാൻസറാ, അമ്മയ്ക്ക് ക്യാൻസറാ. രണ്ടുപേരും ക്യാൻസർ പേഷ്യൻസാ. രണ്ടുപേരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. എല്ലാ ദിവസവും വചനപ്രഘോഷണത്തിന് പോകണ എൻ്റെ കർത്താവ് എനിക്ക് തന്ന സമ്മാനങ്ങളാണ് 2 കേട്ടോ. എൻ്റെ അപ്പൻ്റെ ക്യാൻസറും അമ്മയുടെ ക്യാൻസറും. എനിക്കതിൽ സങ്കടമൊന്നുമില്ല കേട്ടോ. കർത്താവ് തീരുമാനിച്ചാണെങ്കിൽ നടക്കട്ടോ. ഞാനെന്തിനാ ചോദ്യം ചെയ്യണേ? കർത്താവല്ലേ വിചാരിച്ചേക്കണേ. ഇത്രയും നാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവന് ഇനിയും ജീവിപ്പിക്കാൻ പറ്റുമെന്ന്. നമ്മളെന്തിനാ സങ്കടപ്പെടണം? ഞാൻ എപ്പോഴും ഓർക്കും, സങ്കടം വന്നാലും ക്യാൻസർ വന്നാലും ബുദ്ധിമുട്ട് വന്നാലും കർത്താവിനോട് പറയും, കർത്താവ് നീ ഇത്രയും നാൾ ജീവിപ്പിച്ചു, ഇനിയുള്ള കാലഘട്ടത്തിൽ നീ വേണമെങ്കിൽ നോക്കിയാൽ മതിയെന്ന്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനാ. എത്ര വന്നാലും എന്നെ കാണാൻ വലിയ കുഴപ്പമുണ്ടോ? എന്നെ കാണാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സുന്ദരനല്ലേ? എനിക്കറിയാം ഞാൻ സുന്ദരനാണ് കേട്ടോ. എന്തൊക്കെയാലും നിങ്ങളോട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചിന്തിക്കണമായിരുന്നറിയോ, എന്തോരം ആക്സിഡന്റിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണെന്നറിയോ ഞാൻ. എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ ആക്സിഡന്റ് കേസുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അധികം നേരം ഒന്നും അച്ഛനത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഓർക്കണം, ഒത്തിരി ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ ശരീരം ഇത്.
ഒത്തിരി സങ്കടത്തിലൂടെയും ഒത്തിരി ആശുപത്രിയിലൊക്കെ കിടക്കേണ്ടി വന്നൊരു ശരീരം ഇത്. കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, സുന്ദരനാന്നൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ അഭിമാനിക്കാറുണ്ട് എന്നോട് തന്നെ, നീ ഭയങ്കര സുന്ദരനാ ചിനു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം എന്നറിയോ, ഇത് കാണുമ്പോൾ ഉള്ള ഭംഗി മാത്രമേ ഉള്ളൂ. നിങ്ങളെപ്പോലെ പല കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ തലയിൽ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു പാടുണ്ട്, ദേ സാക്ഷ്യത്തിനായിട്ട് നിങ്ങളുടെ വികാരിച്ചനെ കാണിച്ചു കൊടുത്തേക്കാം. എന്ന് പറഞ്ഞേ ഓക്കെ. സാക്ഷ്യത്തിനായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു തലയിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാ, ഒരു ആക്സിഡന്റ് ഉണ്ടായതാ, തല ഇങ്ങനെ പൊളിഞ്ഞുപോയി. ഇതില് രക്തക്കുഴലുകളൊക്കെ പൊട്ടി ആകെ പ്രശ്നമായ വളരെ സീരിയസ് ആയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. ഒരു 16 സ്റ്റിച്ചുണ്ട് ഈ തലയിൽ. ഒരു പാട് വളരെ വലിപ്പത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും അത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പ്രസംഗം കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നാൽ മതി, ഷോ ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും കാണിച്ചു തരാം. ഇനി കണ്ടാലെ ചിലയങ്ങളൊക്കെ വിശ്വസിക്കുക, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, കാണിച്ചു തരാം. ഈ 16 സ്റ്റിച്ചിട്ടതിൻ്റെ മുഖത്തിന് മാത്രം വലിയ കുഴപ്പം തമ്മിലെന്നില്ല കേട്ടോ. മുഖത്ത് മാത്രം ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ 2 കൈയുടെയും ഒരു കാര്യം കാണിച്ചത്, ഈ 2 കൈയുടെയും സർജറി കഴിഞ്ഞതാ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ആരും ചെയ്യരുത് കേട്ടോ, ചെയ്യരുത്. ഇത് നോക്കിക്കോ, എൻ്റെ കയ്യിലേക്ക് നോക്കിക്കോ കേട്ടോ. ഇങ്ങനെ പോവും. ഇതുപോലെ തിരിച്ചു വരുന്നേ. ഒന്നുകൂടി കാണിക്കണോ? സത്യം കർത്താവ് കാത്തു. ചില സ്ഥലത്തൊന്നും മൃഗശാലയിലെ കുരങ്ങനെ പോലെയാ. ചിലർക്ക് എന്തോരം കണ്ടാലും മാജിക് ഷോ കാണിച്ച പോലെ ഇരിക്കണം. ഒന്നുകൂടി കാണിക്കാം. ചെയ്യില്ല മോളെ, പോവും കൈ കേട്ടോ. ചിലരിങ്ങനെ വളച്ചൊടിച്ച് കാണിക്കണ കാണാം. പക്ഷെ എൻ്റെ കൈ അങ്ങനെയല്ല. എൻ്റെ കൈ ത്രൂ ഔട്ട് കറങ്ങും. നിങ്ങളുടെ ആരുടെയും കൈ അങ്ങനെ കറങ്ങില്ല. എൻ്റെ കൈ ത്രൂ ഔട്ട് കറങ്ങും. ഇതിങ്ങനെ നിങ്ങളുടെ ആരുടെയും കൈ അങ്ങനെ പോകത്തില്ല. അതെന്താണെന്നറിയോ? ഒരു ആക്സിഡൻറ്റിൽ 2 കൈയുടെയും പിടുത്തം പോയി. ഈ പിടുത്തം എനിക്ക് നിങ്ങളുടെ ഒരു പിടുത്തമുണ്ട്. നിങ്ങളിങ്ങനെ കറക്കുമ്പോൾ പൊക്കുമ്പോൾ ഇവിടെ ഒരു പിടുത്തമുണ്ട്. ആ പിടുത്തം എനിക്കില്ല. എനിക്കത് വളരെ കുറവാണ്. എൻ്റെ കാരണം വെച്ചാൽ എനിക്കൊരു ബക്കറ്റ് വെള്ളം പോലും ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല നിങ്ങളെപ്പോലെ. എനിക്ക് എന്ത് കാര്യവും ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ത് കാര്യവും. 2 കൈയുടെയും പിടുത്തം പോയിരിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ 2 കൈയുടെയും സർജറി കഴിഞ്ഞതാ. അത് കഴിഞ്ഞ് പോകുമ്പോൾ വയറ്റത്തൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വയറ്റത്തൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കുരു വളർന്നതാ, ഒരു ക്യാൻസർ പോലത്തെ കുരു വന്നതാ. അത് അകത്തേക്ക് വളരാൻ തുടങ്ങി. അത് അകത്തേക്ക് വളർന്ന് അത് ക്യാൻസർ ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടി വന്നു. അങ്ങനെ കളഞ്ഞതാ. ഒരു 12 സ്റ്റിച്ചിട്ടുണ്ട് അകത്ത്. ആരും വരണ്ട, അത് കാണിച്ചു തരാൻ പറ്റില്ല. നീ അതും ചോദിച്ചോണ്ട് വരണ്ട, കാണിച്ചു തരില്ല. അത് കാണാതെ വിശ്വസിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ കണ്ട് വിശ്വസിക്കാം. ഇതൊക്കെ വേണമെങ്കിൽ കണ്ട് വിശ്വസിക്കുക, ഇത് കാണാതെ വിശ്വസിച്ചാൽ മതി. അത് കഴിഞ്ഞ് പോകുമ്പോൾ 2 മുട്ടിന്റെ സർജറി കഴിഞ്ഞൊരു മനുഷ്യനെ ഞാൻ 2 ലിഗമെന്റ് സർജറി കഴിഞ്ഞതാ. വലത്തേക്കാലിന്റെ സർജറി കഴിഞ്ഞു, ഇടത്തേക്കാലിന്റെ മുട്ടിന്റെ സർജറി കഴിഞ്ഞു. 2 ലിഗമെന്റ് സർജറി കഴിഞ്ഞതാ. അത് കഴിഞ്ഞ് പോകുമ്പോൾ 2 കണ്ണങ്കാലിന്റെ സർജറി കഴിഞ്ഞതാ. 2 കണ്ണങ്കാലിൽ സർജറി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കിയേ, എൻ്റെ ശിരസ് തൊട്ട് കാൽപാദം വരെ സർജറി കഴിഞ്ഞ മനുഷ്യനാണ് ഞാൻ. കണ്ട പറയോ? ഇല്ല. എൻ്റെ നടപ്പം കണ്ട, ചിരിപ്പം കണ്ട ഒരാളും പറയില്ല ഒരു കുഴപ്പമുണ്ടെന്ന്. എനിക്ക് എന്തോരം അസുഖങ്ങളുണ്ടെന്നറിയോ, എന്തോരം മരുന്ന് കഴിക്കണമെന്നറിയോ. ഇതൊക്കെ ഉണ്ട് എനിക്ക് ECGയിലൊക്കെ വേരിയേഷൻസ് ഉണ്ട്. എനിക്ക് എപ്പോഴും അറ്റാക്ക് വരാം കേട്ടോ. ഇപ്പോൾ ചാവൂല, പേടിക്കണ്ട. കർത്താവിനൊരു പദ്ധതിയുണ്ട്, കർത്താവ് കൊണ്ടുനടക്കും. ഞാൻ പറഞ്ഞതറിയോ, ഇതൊക്കെ ഉണ്ട് എനിക്ക്. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഈ കൊല്ലത്തെ കൈകെട്ട് ഈശോയുടെ പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് ചെന്ന് ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്നൊരു വല്യമ്മ ഇതിങ്ങനെ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വല്യമ്മ ഇതിങ്ങനെ കൈപിടിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ മുമ്പിലിരിക്കാനുള്ള ഈ സാധനം? അപ്പം ഞാൻ ചോദിച്ചു, എന്തേ? അപ്പം ഈ പുള്ളിക്കാരത്തി ഇതിങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുന്ന പുള്ളിക്കാരത്തി എന്നോട് പറയാ, എൻ്റെ പൊന്നച്ച, ആകെ ഒരു പ്രതീക്ഷയോട് കൂടെയാ ഈ കൺവെൻഷന് വന്നേ. ഇപ്പൊ പ്രസംഗിക്കാൻ വന്നേക്കണ അച്ഛൻ ഞങ്ങളെക്കാളും തീരാരോഗ്യമാണല്ലോ കർത്താവേന്ന്. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? ഇടവേ, നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്കൊക്കെ സങ്കടങ്ങളുണ്ട്, നമുക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ജീവിതത്തിൽ നീ ഒരു കാര്യം പഠിക്കണം. എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ ദൈവമുണ്ട്, എൻ്റെ കർത്താവുണ്ട്. അവൻ എന്നെ നോക്കിക്കോളും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ജിനുവച്ച അച്ഛൻ എങ്ങനെ ഇത്രയും സങ്കടത്തിന്റെ നടുവിലൂടെ, അപ്പന് ക്യാൻസർ, അമ്മയ്ക്ക് ക്യാൻസർ, വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ, അതിന്റെ നടുവിലൂടെ അച്ഛൻ എങ്ങനെയാ ഇത്രയും മോട്ടിവേഷൻ കൊടുക്കണേ? ചിരിക്കണേ. ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കുള്ളൂ. നിങ്ങൾ എപ്പോഴും എന്നെ നോക്കിക്കോ, ഞാൻ എപ്പോഴും ചിരിച്ചിരിക്കും. ഏതെങ്കിലും കൊച്ചുങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിരിക്കും. ഞാൻ എല്ലാവരോടും ചിരിച്ചു കാണിക്കും. ഞാൻ ചിരിച്ചോണ്ടിരിക്കുള്ളൂ. എത്ര സങ്കടം ഉണ്ടെങ്കിലും എത്ര വേദന ഉണ്ടെങ്കിലും ഞാൻ ചിരിക്കും. കാരണം എന്നറിയോ? എൻ്റെ കൂടെ എൻ്റെ തമ്പുരാനുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഞാൻ എന്തിനാ സങ്കടപ്പെടണേ? അവൻ എന്നെ നോക്കിക്കോളും.
എൻ്റെ ഒരു വിഷമത്തിലോ ഒരു സങ്കടത്തിലോ ബുദ്ധിമുട്ടിലോ വീഴാതെ തകർക്കാതെ തളരാതെ എൻ്റെ തമ്പുരാൻ എന്നെ നോക്കിക്കോളും. ഞാനിതിനെ സങ്കടപ്പെടണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായം 31 തിരുവചനം, വളരെ സുന്ദരമായൊരു വചനം കേട്ടോ. അത് കാണാപ്പാടം പഠിക്കേണ്ട ഒരു വചന. യെശയ്യാ 40:31 ഒന്ന് വായിക്കാമോ? എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എങ്ങനെയുള്ള മനുഷ്യരാ? എങ്ങനെയുള്ള മനുഷ്യരാ? യഹോവയെ കാത്തിരിക്കുന്ന മനുഷ്യരാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടതും ഈ വചനത്തിലാ. യഹോവയെ കാത്തിരിക്കും, തളർന്നു പോകാതെ അവൻ നോക്കിക്കോളും, ചിറകടിച്ചു ഉയരാൻ അവൻ സഹായിക്കും. ജീവിതത്തിൽ എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിന്തിക്കേണ്ട കാര്യം തന്നെയാ, എൻ്റെ കർത്താവ് എന്നെ നോക്കിക്കോളും. ഇതുവരെ നോക്കി, ഈ നിമിഷം വരെ നോക്കി, ഈ സമയം വരെ നോക്കി, ഇനിയുള്ള കാലഘട്ടത്തിലും എൻ്റെ തമ്പുരാൻ എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നുകൊള്ളും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്ന വളരെ സുന്ദരനായ ഒരു മനുഷ്യനുണ്ട്, അബ്രഹാം. കേട്ടോ, അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കണേ. അബ്രഹാം വളരെ സുന്ദരനായിരുന്നു കേട്ടോ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, സിയോൻ യാത്രയതിൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും, അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ, യാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാൽ, സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മതി. ഈ അബ്രാഹത്തിന്റെ ദൈവം നിങ്ങൾ ചിന്തിക്കേണ്ട വളരെ സുന്ദരമായൊരു വാചകമാണ് കേട്ടോ. ഈ ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് അബ്രഹാം കേട്ടോ. ഏറ്റവും സുന്ദരനായിരുന്നു. ദൈവം എല്ലാം കൊടുത്തു ഈ അബ്രാഹത്തിന്, പക്ഷെ ഒന്നു മാത്രം കൊടുത്തില്ല. എന്ത് കൊടുത്തില്ല? മക്കളെ കൊടുത്തില്ല. ആ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണമെന്ന് നല്ലതാണ് എപ്പോഴും. ഈ മനുഷ്യൻ വർഷങ്ങളോളം പ്രാർത്ഥിച്ചു ഒരു കൊച്ചിനു വേണ്ടി, ഒത്തിരി പ്രാർത്ഥിച്ചു, വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. ഒരു 100 വർഷത്തിൽ പരം പ്രാർത്ഥിച്ചു ഈ മനുഷ്യൻ. ആ 100 വർഷത്തിൽ പരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ഒരു കൊച്ചിനെ ഈ മനുഷ്യന് കൊടുക്കുക, അബ്രാഹത്തിന് കൊടുക്കുക. ഈ അബ്രാഹം ആ കൊച്ചിനെ താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കില്ലോ എന്ന് വെച്ചുകൊണ്ട് കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ട് സ്നേഹിച്ച് 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 ഈ മനുഷ്യനെ ഈ കൊച്ചിനെ വളർത്തി വളർത്തി വലുതാക്കി ഒരു പരുവെത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ആ കൊച്ചിനെ എനിക്ക് വേണ്ടി യാഗബലി അർപ്പിക്കണം. നിങ്ങളാണെങ്കിൽ കൊടുക്കോ? നിങ്ങളാണെങ്കിൽ കൊടുക്കോ? കൊടുക്കൂലേ? ചേട്ടൊന്ന് എഴുന്നേറ്റെന്നേ. കൊടുക്കൂലേ? കൊടുക്കൂലെന്നോ? എന്തൊട്ട് തന്തിയത്? നിങ്ങൾ ആരെങ്കിലും കൊടുക്കോ? സ്ത്രീകൾ ആരെങ്കിലും കൊടുക്കോ? ഇല്ല. നല്ല അപ്പനാട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നല്ല അപ്പനത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. ഞാനാണെങ്കിലും ഞാൻ കൊടുക്കൂലടവേ, സത്യം പറയാലോ, ഞാൻ കൊടുക്കത്തില്ല. എനിക്കില്ലട്ടോ, എന്നാലും ഞാൻ കൊടുക്കത്തില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ, എൻ്റെ പെങ്ങളുടെ കൊച്ചിന് പോലും ഒരു അസുഖം വരും എനിക്ക് എന്തൊരു വിഷമാണെന്നറിയോ? നമ്മുടെ എല്ലാ അപ്പന്മാർക്കും അമ്മമാർക്കും കൊച്ചങ്ങളെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം വരും, സത്യ. പക്ഷേ ഈ അബ്രഹാം എന്ന മനുഷ്യനെ നമ്മൾ ധ്യാനിക്കണം നല്ലതാ. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിന്റെ കൊച്ചിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. ഈ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയോ? പെറ്റ തള്ളയോട് പറഞ്ഞോ? ഇല്ല. അന്ന് അബ്രഹാം വന്നിട്ട് ദൈവത്തോട് പറഞ്ഞ, ദൈവമേ 1 മാസത്തേക്ക് ഞാൻ എൻ്റെ കൊച്ചിനൊന്ന് സ്നേഹിച്ചോട്ടെ. ചോദിച്ചാ? ഇല്ല. ദൈവത്തോട് പറഞ്ഞ, ദൈവമേ നീ വേറെ എന്തും ചോദിച്ചോ ഞാൻ തരാം, എൻ്റെ കൊച്ചിനെ മാത്രം ചോദിക്കില്ലേ? ചോദിച്ചാ? ഇല്ല. ഈ മനുഷ്യനെന്ത് ചെയ്യണമെന്നറിയോ? പിറ്റേ ദിവസം സ്വന്തം കൊച്ചിനെ എടുത്തോണ്ട് പോവാ. പെറ്റ തള്ളയോട് ഒരു വാക്ക് പോലും ഉരിയാടാതെ അവന് ജീവൻ കൊടുത്ത് വളർത്തി വലുതാക്കിയ സ്വന്തം സഹധർമ്മിണിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഈ മനുഷ്യൻ സ്വന്തം കൊച്ചിനെടുത്തോണ്ട് പോവാ. ഈ കൊച്ചിനെടുത്തോണ്ട് പോണ സമയത്ത് ഈ ഇസഹാക്ക് എന്ന മകൻ അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ലോകത്തെ മുഴുവൻ ചങ്കുലയ്ക്കുന്നൊരു ചോദ്യം. ആ ചോദ്യം എന്നിട്ടെന്നറിയോ? അപ്പൻ്റെ കരങ്ങളൊന്ന് പിടിച്ചു വലിച്ചിട്ട് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അപ്പാ
അപ്പാ വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? ഞാൻ POC ബൈബിളായിരിക്കും പറയണ കേട്ടോ, നിങ്ങളിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. അപ്പാ വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പന്റെ ചങ്ക് എവിടെയാ? കണ്ണിൽ നിന്ന് വിറ്റിട്ട് വീടാ കണ്ണുനീർത്തുള്ളി. വിറയ്ക്കുന്ന അതരത്തോടുകൂടെ അബ്രാഹാം എന്ന മനുഷ്യൻ സ്വന്തം മകനോട് പറഞ്ഞു, പൊന്നുമോനെ, ദൈവം തരും, ദൈവം തരും, ദൈവം തരും. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അപ്പനത്. ഈ അവസ്ഥയിൽ ദൈവമാണോ പറഞ്ഞേക്കണേ സ്വന്തം മോനെ കൊല്ലണോന്ന്? യാഗബലി അർപ്പിക്കണം. യാഗബലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്വന്തം കൊച്ചിന്റെ നെഞ്ചത്ത് കടാര കുത്തിയിറക്കി ആ ചോര കൊണ്ട് ബലിയർപ്പിക്കണം. ഏതപ്പന പറ്റണേ? പക്ഷെ ഈ അപ്പം പറയാ, ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിൽ സ്വന്തം മകനെ കൊല്ലാൻ പോകേണ്ട അവസ്ഥ വരുമ്പോഴും അബ്രാഹാം എന്ന മനുഷ്യൻ പറയാ, ദൈവം തരും, ദൈവം തരും, ദൈവം തരും. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഉത്തരത്, ദൈവം തരുമെന്ന്. പിന്നെയും കയറിപ്പോവാ, മൊറിയാമലയുടെ അറ്റത്തെത്താറായി. അപ്പോഴും മകന് സംശയം. അപ്പന്റെ കരങ്ങൾ ഒന്നും കൂടി പിടിച്ചു വലിച്ചിട്ട് അപ്പന്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി ഈസഹാക്ക് എന്ന മകൻ ചോദിക്ക, അപ്പാ ബലി തുടങ്ങാൻ സമയമായി, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പന്റെ ചങ്ക് എവിടെയാ? കുറച്ചു നേരത്തിനുള്ളിൽ സ്വന്തം മോനെ കൊല്ലണം, സ്വന്തം മോനെ യാഗബലി അർപ്പിക്കണം. അപ്പന് പറ്റണില്ല. പക്ഷേ വിറയ്ക്കുന്ന അതരത്തോടുകൂടെ സ്വന്തം മകനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അബ്രാഹാം എന്ന മനുഷ്യൻ പറഞ്ഞു, പൊന്നുമോനെ, ദൈവം തരൂടാ, ദൈവം തരൂടാ, ദൈവം തരൂടാ. നിങ്ങൾ ഓർത്തു നോക്കിയ മനുഷ്യന്റെ വിശ്വാസം. സ്വന്തം മകനേക്കാളും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തൊരു മനുഷ്യനായിരുന്നു അബ്രാഹാം. അതുകൊണ്ടാണ് അബ്രാഹത്തിന് ആ മകനെ തിരിച്ചു കൊടുത്തേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ? നിങ്ങൾ തമ്പ്രാന് പ്രാധാന്യം കൊടുക്ക്. ജീവിതത്തിൽ എല്ലാത്തിനേക്കാൾ ഉപരി തമ്പ്രാന് പ്രാധാന്യം കൊടുക്ക്. പ്രാധാന്യം ഉണ്ടോ? ഉണ്ടോ? ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? കർത്താവിന്റെ കാര്യത്തിൽ സീരിയസ് ആണോന്ന്? ആണോ? തേങ്ങ. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന എത്ര പേരുണ്ട്? എല്ലാ ദിവസവും. എന്നാ തള്ളടാ തള്ളിയേ. എനിക്കറിയാം, വികാരിച്ചനുള്ള പള്ളിയിൽ എല്ലാവരും ചെല്ലുമെന്ന് അറിയാം കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എല്ലാ ദിവസവും ഉണ്ടോ? കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു കൺവെൻഷന് പോയിട്ട് ഇങ്ങനെ ആയിരങ്ങൾ ഇരിക്കുക. അപ്പൊ ഈ കൺവെൻഷൻ മന്ദിൽ ചോദിച്ചു, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന വീടുകളൊക്കെ ഒന്ന് കൈപൊക്കി. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എല്ലാവരും കൈപൊക്കി പിടിച്ച കേട്ടോ. അപ്പൊ മുമ്പിലിരിക്കണ ഒരു കിളുന്ത് മാത്രം പൊക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ ഒന്ന് എഴുന്നേറ്റുന്നടാ. അവൻ എഴുന്നേറ്റുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താടാ പൊക്കാത്ത? അപ്പൊ ഈ മുതല എന്നെ നോക്കിയിട്ട് കാണിക്കുക. ഞാൻ ചോദിച്ചു, നീ വായു തുറന്ന് നീ പറയ്. ഞാൻ ചോദിച്ചു, നിന്റെ അപ്പനമ്മയും വന്നിട്ടുണ്ടോ? അപ്പൊ പുള്ളി തലയാട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഒന്ന് തിരിഞ്ഞേ. അപ്പൊ ഇതിന്റെ അപ്പനമ്മയും കാണാനാ. അവൻ തിരിഞ്ഞു നോട്ടി, ഈ കിളന്ന് തിരിഞ്ഞുന്ന വഴി അപ്പനമ്മയും ആദ്യത്തെ റോയിലിരിപ്പുണ്ട് ഇങ്ങനെ കസേരമ്മ, 2 കൈ പൊക്കി പിടിച്ചിട്ടുണ്ട് അപ്പനമ്മയും. അപ്പൻ ഇങ്ങനെ കൈ പൊക്കിയിട്ട് അവനെ നോക്കിയിട്ട് കാണിക്കുക. അമ്മയാണ് അതിലും ഇരുതെത്തി. അമ്മ, ഞാൻ ഈ കഥകളി കണ്ടോണ്ടിരിക്കണേ. ഞാൻ അവരോട് പറഞ്ഞു, നീ ഒന്ന് തിരിഞ്ഞടാ. തിരിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്റെ പൊന്നു മോനെ, നീ എന്താടാ പൊക്കാത്തെ? അപ്പൊ ഈ മുതല എന്നെ നോക്കിയിട്ട് പറയാ, എന്റെ പൊന്നച്ച, ഇന്നലെ എന്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഒന്നും ചെല്ലിയില്ല, പിന്നെ എന്തിനാ ഈ അപ്പനമ്മയൊക്കെ കൈപൊക്കി പിടിച്ചേക്കണേന്ന്. പിറ്റേ ദിവസത്തെ കൺവെൻഷന് അപ്പനമ്മേനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ചെറുക്കൻ ജീവിച്ചിരിക്കണമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾ ഓർത്തൊക്കെ, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്, ഞായറാഴ്ച സൺഡേ കാറ്റഗിസം എന്നല്ല പറയാ ഇവിടെ, സൺഡേ സ്കൂൾ. ഞായറാഴ്ച എൻട്രൻസ് കോച്ചിങ്, ഞായറാഴ്ച സൺഡേ കാറ്റഗിസം, സൺഡേ സ്കൂള്. നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾ ഏതിന് വിടും? ഏതിന് വിടും? വിചാരിച്ചെന്റെ നാവ് ഇപ്പൊ കുഴയണ്ടേ. ഏതിന് വിടും? ഏതിന്? സൺഡേ സ്കൂള്. എന്നാ തള്ളടായി തള്ളിക്കൊണ്ടിരിക്കുന്നേ. എൻട്രൻസ് കോച്ചിങ്ങിന് പോകാതെ സൺഡേ സ്കൂളിന് വിടും. ഭൂരിപക്ഷം എങ്ങനെയായിരിക്കും? എൻട്രൻസ് കോച്ചിങ്ങിന് വിടും. കാരണം എന്താ? നമ്മൾ പറയാതെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു തുടങ്ങി. എന്ത്? ദൈവത്തെക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട് പഠിത്തത്തിന്. അവിടെ തുടങ്ങി നമ്മുടെ പതനം. കേട്ടോ, നിങ്ങൾ ഓർത്തൊക്കെ, പണ്ടൊക്കെ നമ്മുടെ കാരണന്മാര് നമ്മളെ പഠിപ്പിച്ച ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? മക്കളെ, എല്ലാത്തിനേക്കാളും വലുതാ
ദൈവം. പഠിത്തത്തെക്കാളും വലുതാ ദൈവം. ഞാൻ ഇന്നോർക്കും 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് മാത്സിന്റെ പരീക്ഷ, ഒടുക്കത്തെ പാട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു തന്തേ, എൻ്റെ അപ്പനോട്, എൻ്റെ പൊന്നു തന്തേ, ഞാൻ 2 മണിക്കൂർ പോകും പള്ളി പോകുമ്പോൾ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയുണ്ട്, ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയുള്ള ആൾക്കാരാണ്. അപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നൊരു വീടാണ് എൻ്റെ വീട്. എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ കുർബാനയ്ക്ക് പോകണം. എൻ്റെ അപ്പനും അമ്മയും പെങ്ങളും ചേട്ടനും ഞാനും കൂടി ഒന്നിച്ച് കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും. അത് ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ മുടക്കം വരുത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും പള്ളി പോകും. അപ്പോൾ ഞാൻ ഈ മാത്സിൻ്റെ പരീക്ഷയുടെ അന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, എൻ്റെ പൊന്നപ്പ 2 മണിക്കൂർ പോകും, ഞാൻ ഇത് പഠിച്ചോട്ടെ, 2 മണിക്കൂർ കിട്ടപ്പ. എൻ്റെ തന്തനോട് പറഞ്ഞ ഡയലോഗ് ഒന്നിട്ടെന്നറിയോ? പൊന്നു മോനെ ജിനോ, നീ SLC പരീക്ഷയിലും മാത്സിന് തോറ്റാലും അപ്പന് കുഴപ്പമില്ല, നീ പള്ളി പോയാൽ മതി. എൻ്റെ തന്ത എന്നെ വളർത്തിയത് അങ്ങനെയാ. അതിൻ്റെ ഗുണമുണ്ട്. ഞാൻ പരീക്ഷയ്ക്ക് പാസ്സായിട്ടോ, ഇല്ലാന്ന് ഞാൻ പറയില്ല, പരീക്ഷയ്ക്ക് പാസ്സായി. ഇന്ന് അപ്പനെ നോക്കണ്ട്, വൃത്തിയായിട്ട് നോക്കണ്ട്. നമ്മളെന്താ പഠിപ്പിക്കണമെന്നറിയോ? നമ്മൾ മക്കളെ പഠിപ്പിച്ചു തുടങ്ങി എന്ത്? പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ് ദൈവത്തെക്കാളും. അങ്ങനെ വളരണ മക്കള് നാളെ നിങ്ങളെ നോക്കുന്ന എന്തുറപ്പ്? ദൈവത്തെ അറിയണ ഒരു കൊച്ച് മാതാപിതാക്കൾ ഉപേക്ഷിക്കോ? ഇല്ല. അപ്പൊ നിങ്ങളെ മക്കള് നിങ്ങളെ നോക്കാത്തതിന് പ്രധാന കാരണം എന്താ? അവര് ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവഭയമുള്ളൊരു പൈതല് മാതാപിതാക്കളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവന്നാക്കോ? ഇല്ല. ദൈവത്തെ അറിഞ്ഞു നോക്കേ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. വരുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ വേറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. എൻ്റെ വലത്തെ സൈഡിൽ ഒരു മരക്കുരിശ്, എൻ്റെ ഇടത്തെ സൈഡിൽ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ഡ്രാഗൺ. നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്യാം. ഏത് ചൂസ് ചെയ്യും? പറ. മരക്കുരിശ്. സമ്മതിച്ചു കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ വലത്തെ സൈഡിൽ ഒരു മരക്കുരിശ്, എൻ്റെ ഇടത്തെ സൈഡിൽ സ്വർണത്തിന്റെ ഒരു ഡ്രാഗൺ. സ്വർണ്ണാണേ. ഒന്ന് ചൂസ് ചെയ്യാം. ഏത് ചൂസ് ചെയ്യും? ഏത്? എന്റെ പൊന്നടവേ, ഏതെടുക്കും? ഏതെടുക്കാൻ വിചാരിച്ച? സ്വർണ്ണം എടുക്കത്തുള്ളൂ അല്ലേ? നമുക്ക് കുരിശിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡ്രാഗൺ ആണെങ്കിലും എന്താണെങ്കിലും സ്വർണത്തിന്. നമ്മൾ തോറ്റു തുടങ്ങി ജീവിതത്തിൽ അപ്പത്തൊട്ട് കേട്ടോ. അതാ ചോദിച്ചേ, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? ഇപ്പൊ മിണ്ടില്ല ഇനി. ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? തേങ്ങ. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുക ജീവിതത്തിൽ. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ദൈവത്തെ പിടിക്കരുത്. എല്ലാ തിരക്കിനേക്കാളും ഉപരി ദൈവത്തെ പിടിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടല്ല നമുക്ക് ദൈവം. നിന്റെ പഠിത്തം, നിന്റെ ജോലി, നിന്റെ തിരക്ക്, നിന്റെ സംഭാഷണം, നിന്റെ സോഷ്യൽ മീഡിയ, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ല നമുക്ക് ദൈവം. നമുക്ക് ദൈവം 1ാം സ്ഥാനത്ത് വേണം. അപ്പോഴാണ് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുക, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക, നിന്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ സുന്ദരമായൊരു വചനമുണ്ട്. ഏത് വചന? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ കൂട്ടുപിടിച്ച് നോക്കേ, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ടാവും, അടയാളങ്ങളുണ്ടാവും, അനുഗ്രഹങ്ങളുണ്ടാവും. നീ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയടക്കുണ്ടാവും. കർത്താവിന്റെ കൂടെ അടക്കം. നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്ന വളരെ സുന്ദരമായ ഒരു ജീവിതങ്ങളുണ്ട്. മർത്തയും മറിയവും, ലാസറിന്റെ സഹോദരിമാരാ മർത്തയും മറിയവും. ഈശോയുടെ നല്ല കൂട്ടുകാരനായിരുന്നു ആര്? ലാസർ. ഈശോ ഒരിക്കല് മർത്തയുടെ മറിയത്തിന്റെ വീട്ടിലേക്ക് വീട്ടിൽ ചെന്ന വഴിക്ക് ആര് ഈശോയുടെ അടുത്തിരുന്നു? മറിയ അടുത്തിരുന്നു. മർത്ത എന്ത് ചെയ്യായിരുന്നു? ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചടക്കായിരുന്നു. മർത്ത പോയിട്ട് ഈശോയോട് പറയണ്ട, എൻ്റെ ഈശോയെ അമ്മ അറിയത്തെ ഇങ്ങോട്ട് പറഞ്ഞു വിട്, ഒത്തിരി പണിയുണ്ട്. ഈശോയുടെ ഡയലോഗ് എന്തായിരുന്നു? മർത്ത, നീ പലവിധ കാര്യങ്ങളെ കുറിച്ചും ഉത്കണ്ഠാകുലയും വ്യഗ്രചിത്തയുമായിരിക്കുന്നു. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തുന്നു. മറിയം തെരഞ്ഞെടുത്ത നല്ല ഭാഗം തൊട്ടായിരുന്നു ഈശോയുടെ അടുത്തിരുന്നു എന്നുള്ളതാ. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ ദൈവജനമേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ പുതിയ വർഷത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ അടുത്തിരിക്കുക. നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരവുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിനൊരു കൃപയുണ്ടാവും. നമ്മുടെ ജീവിതത്തിനൊരു പ്രത്യാശയുണ്ട്. ദൈവം കൂടെയുള്ള മനുഷ്യനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ,
എന്നിലും വിശ്വസിപ്പിക്കും. ജീവിതത്തിലെ ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഒത്തിരി വേദനകൾ ഉണ്ടാകുമ്പോൾ, ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ജീവിതത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുമ്പോൾ ഒറ്റ കാര്യം ചിന്തിക്ക്, എൻ്റെ കർത്താവുണ്ട് എൻ്റെ കൂടെ. ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ജീവിതത്തില്. അപ്പം നിന്റെ ജീവിതത്തിന് രക്ഷയുണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും, കൃപയുണ്ടാകും, ഒത്തിരിയേറെ അഭിഷേകം ഉണ്ടാകും. വലുതേറെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പേടിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാലോ, സാധാരണ ഞാനിങ്ങനെ വചന പ്രഘോഷണം നടത്തേണ്ട ഒരു അച്ഛനല്ല. ഞങ്ങളുടെ ക്യാരീസ് അങ്ങനെയല്ല. ഞങ്ങൾ ഒരു ഇടവക വികാരിയായിട്ട് ഇരിക്കേണ്ട അച്ഛനാ ഞാൻ. പക്ഷെ ഞാൻ എന്തുകൊണ്ടാ ഇങ്ങനെ പ്രസംഗിക്കാൻ പോണെന്നറിയോ? എൻ്റെ അപ്പൻ്റെ ക്യാൻസർ മൂലം ഞാനിങ്ങനെ പോണേ. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ അപ്പൻ്റെ ക്യാൻസർ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ഇത് എന്തുട്ടും മോനത് അപ്പൻ്റെ ക്യാൻസർ സമ്മാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണോ നീന്ന്? ഞാൻ പറയും, അത് സമ്മാനമായിട്ട് കരുതാൻ എനിക്കിഷ്ടം. അപ്പൻ്റെ ക്യാൻസർ മൂലം ഞാനിതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണം. ഞാൻ ലോകം സകല സ്ഥലത്തും പോയി പ്രസംഗിക്കാൻ കാരണം എന്നറിയോ? എനിക്ക് അന്ന് ദൈവം തന്നൊരു അനുഗ്രഹമാണ്. ഞാൻ പണ്ട് സെമിനാരി ജീവിതത്തിലൊന്നും ഞാനൊരു പ്രാസംഗികനായിരുന്നില്ല, പ്രസംഗിക്കാൻ പോകാറുണ്ടായില്ല. ഞാൻ അത്യാവശ്യം പാടായിരുന്നു. ഇപ്പം എനിക്ക് പാടാൻ പറ്റത്തില്ല. പക്ഷെ പണ്ട് എനിക്ക് നന്നായിട്ട് പാടാനൊക്കെ ആയിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കാനാണ് പോണേ. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ അപ്പന് ക്യാൻസർ വന്നുകൊണ്ടാ. ഞാൻ അത് പെട്ടെന്ന് ചുരുക്കി പറയാം. എൻ്റെ തിരുപ്പട്ടത്തോടനുബന്ധിച്ച, തിരുപ്പട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അച്ഛനാകുന്നതാണ് തിരുപ്പട്ടം എന്ന് പറയാം. അപ്പം പട്ടത്തോടനുബന്ധിച്ചിട്ടാണ് എൻ്റെ അപ്പൻ എല്ലാ ദിവസവും തലകറങ്ങി വീഴായിരുന്നു. അപ്പം തലകറങ്ങി വീഴും മിക്കവാറും എൻ്റെ അപ്പൻ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എൻ്റെ അപ്പന് ഇച്ചിരി ടെൻഷൻ അടിക്കുന്ന ആളാണ്. ഒരു കാര്യം കൂടി പറയാം കേട്ടോ, എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെ. ഈ ലോകത്ത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെ. അമ്മേനെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഒരു പടി അപ്പനോട് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചറിയോ, 25 വയസ്സ് വരെ ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ അപ്പനെ ഒടുക്കത്തെ ദേഷ്യമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ തനി മോരടന എൻ്റെ അപ്പൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാ കേട്ടോ, തനി മോരടന. എന്ത് ചോദിച്ചാലും വർത്താനം പറയുന്നതൊക്കെ അങ്ങനെ തന്നെയാ. ഇപ്പോഴും വർത്താനം പറയുന്നത് എങ്ങനെ അറിയോ? വിളിച്ചു കഴിഞ്ഞാൽ അപ്പാ എന്തേ, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല. വേറെന്തെങ്കിലും ഉണ്ടപ്പാ? ഒന്നുമില്ല എന്നല്ല പറഞ്ഞേ. വെറുതെ ചൂടാവി ഈ ടീം എൻ്റെ അപ്പൻ. അപ്പം ഞാൻ ചോദിക്കും, അപ്പ വേറെന്തെങ്കിലും? ഒന്നുമില്ല എന്നല്ല പറഞ്ഞേ. ഇതാണ് എൻ്റെ അപ്പൻ. പക്ഷെ അമ്മ തിരിച്ചാ. അമ്മയാണെങ്കിൽ ഒടുക്കത്തെ സ്നേഹ. ഒടുക്കത്തെ സ്നേഹം എന്ന് വെച്ചാൽ ഒടുക്കത്തെ സ്നേഹം. എന്തോരം നേരം വേണമെങ്കിലും സ്നേഹിച്ച് വർത്താനം പറയും. 2 മണിക്കൂറൊക്കെ വർത്താനം പറയുന്നത് എൻ്റെ അമ്മയ്ക്കൊരു പുത്തിരിയൊന്നുമല്ല. ഞാനിങ്ങനെ ഫോണിങ്ങനെ വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. അമ്മ ഇങ്ങനെ സംസാരിച്ചോണ്ടെങ്കിൽ എൻ്റെ അമ്മ എങ്ങനെയാ. പക്ഷേ എനിക്ക് എൻ്റെ അപ്പനെ ഇഷ്ടപ്പെടാൻ കാണുന്നറിയോ? ഈ ലോകത്ത് എനിക്കറിയാം എൻ്റെ അപ്പനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. എല്ലാ മാതാപിതാക്കളും എല്ലാ യുവതിവാക്കളൊക്കെ ഈ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് കുറച്ച് പറയാറുണ്ട്. പക്ഷെ എനിക്ക് അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഇഷ്ടം കേട്ടോ. അപ്പനെ ഒത്തിരി സ്നേഹിക്കേണ്ട മക്കളെ. പക്ഷെ അത് മോരടനാണ് എൻ്റെ അപ്പൻ. ഭയങ്കര ദേഷ്യക്കാരനാണ്. ഞാൻ ഓർക്കുന്നൊരു കാര്യം അറിയോ, എൻ്റെ അപ്പൻ കരയണ ഞാൻ കണ്ടിട്ടില്ല. ചിരിക്കണം, അധികം ചിരിക്കാറില്ല, വർത്താനം പറയാറില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ, എൻ്റെ അപ്പൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാ. ഞാൻ ഇന്നും ഓർക്കും, എൻ്റെ അപ്പൂപ്പൻ മരിച്ചടക്കണ ഒരു പന്തിയില് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും അപ്പച്ചൻ്റെ അനിയന്മാരും അപ്പൻ്റെ അനിയന്മാരും ഒക്കെ ഇരുന്ന് കരച്ചില്ല. എൻ്റെ തന്ത മാത്രം ഇതിങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ മോനായി പോയില്ല, ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ എന്ന് ചെന്ന് ഞാൻ അടുത്ത് നിന്നു. അടുത്ത് നിന്നിട്ട് ഞാൻ എൻ്റെ അപ്പനെ ഒന്ന് തൊട്ടു. അടുത്ത് തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറയുക, അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പാ. അപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്തേ പോട്ടെ അപ്പാ. അപ്പം എൻ്റെ തന്ത എന്നോട്, എന്തൊട്ട് പോട്ടെ എന്ന്? വിഷമിക്കണ്ടപ്പാ. ആർക്ക് വിഷമം? ഇങ്ങോട്ട് വന്നേപ്പാ. അടുത്ത പറഞ്ഞ ഡയലോഗ് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ഡയലോഗാ. അടുത്തത് പറഞ്ഞത്, എടാ പൂരിപ്പിച്ചാൽ മതി. ഞാൻ എന്താ പറഞ്ഞറിയോ, എൻ്റെ തന്ത ഇങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാ. പക്ഷെ ഞാൻ പറയും, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ്. എന്ന് വെച്ചാൽ ആ പുള്ളിക്ക് സ്നേഹിക്കാൻ അറിയാൻ പാടില്ല. ഭയങ്കര ദേഷ്യക്കാരനാണ്. പക്ഷെ ഞാൻ ഇന്നും പറയുന്നറിയോ, എൻ്റെ ഏത് പ്രസംഗവും ആദ്യം കാണുന്ന ആൾ എൻ്റെ അപ്പനാ. എനിക്കൊരു വിഷമം ഉണ്ടായി ഞാൻ ആദ്യം വിളിക്കുന്ന എൻ്റെ അപ്പനെയാ. വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി ഉത്തരം പറയും. പെട്ടെന്ന് ദേഷ്യപ്പെടും കേട്ടോ. അപ്പാ എന്താടാ? അപ്പൊ ഒരു വിഷമമുണ്ട്. എന്താടാ? ദേഷ്യപ്പെടുള്ളൂ. എന്താടാ? അപ്പൊ ഒരു വിഷമമുണ്ട്. എന്താടാ? അപ്പൊ പള്ളിയിൽ എന്നിട്ട് പ്രശ്നടാ. അപ്പൊ അന്നൊരു മയത്തിലൊന്നും ഈ പുള്ളി സംസാരിക്കില്ല, ജീവിതത്തിൽ സംസാരിക്കിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാ സംസാരിക്കുന്ന ഒക്കെ ഇങ്ങനെയാ. എന്താടാ? അവസാനം പറയാൻ പോണെന്ന് ഡയലോഗ് ഒന്നും അറിയോ? എന്നോട് പറയണ്ട, നീ ആ പള്ളി പോയി പറ. എന്നോട് പറയണ്ട, ആ പള്ളി പോയി പറ. ഈ പുള്ളി എന്ത് കാര്യത്തിനും ഞാൻ വിളിച്ചാലും പറയുന്നറിയോ, നീ പള്ളി പോയി പറ. നിന്നെ ഞാൻ വിട്ടത് തമ്പുരാൻ്റെ അടുത്തേക്ക്, ആ തമ്പുരാനോട് പറഞ്ഞാൽ മതി, എന്നോടൊന്നും പറയണ്ട.
എൻ്റെ തന്ത അങ്ങനെയാ. എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം എൻ്റെ അപ്പനോട് സംസാരിക്കാൻ. ദേഷ്യപ്പെടുള്ളൂ, പക്ഷെ ഭയങ്കര രസം ഇങ്ങനെ കണ്ടിരിക്കാൻ കേട്ടോ. പക്ഷെ ഇപ്പം ഇച്ചിരി ദേഷ്യമൊക്കെ കുറവുണ്ട് കേട്ടോ, ഏകദേശം പോകാറൊക്കെ ആയി. അതുകൊണ്ട് ഭയങ്കര സത്യം പറയണ ദേഷ്യമൊക്കെ കുറവുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞാണ്ടല്ലോ. അപ്പൻ പോകുന്നു നോക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഈ ലോകത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാനൊക്കെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഈ അപ്പനും അമ്മയും മരിക്കാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. എനിക്കൊരിക്കലും ഇങ്ങനെ മനസ്സിൽ പോലും കണക്കൂട്ടാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം മരിച്ചോണു, അമ്മ മരിച്ചോണു. കാരണം ഞങ്ങളൊക്കെ ഒറ്റത്തടികളാ അച്ഛന്മാര്, ഞങ്ങള് കല്യാണം കഴിക്കാത്ത അച്ഛന്മാരാ. ഈ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ട് കെട്ടിപ്പിടിക്കാൻ അമ്മയും അപ്പനൊക്കെ ഉള്ളൂ. മരിച്ചുപോയി എന്ന് അറിഞ്ഞാണ്ടല്ലോ പിന്നെ ഈ ലോകത്ത് ഞങ്ങളൊക്കെ അനാഥരാ. ദൈവമുണ്ട് സത്യ, പക്ഷേ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് ചേർന്നിരിക്കാൻ അപ്പനും അമ്മയൊക്കെ ഉള്ളൂ ഈ ലോകത്ത്. എനിക്ക് ഭയങ്കര വിഷമം, എൻ്റെ അപ്പം മരിക്കണു, എൻ്റെ അമ്മ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇന്നും ഓർക്കും, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവം എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒന്നും വരല്ല കേട്ടോ എന്ന്. ഞാനിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എങ്ങനെയാണെന്നറിയോ, അപ്പനിങ്ങനെ വട്ടം പൊത്തിപ്പിടിച്ച് ഈ കവളത്തിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മൊടുക്കും. എൻ്റെ അപ്പനെ അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഉറപ്പില്ലടവേ ഇത് എത്ര നാൾ ഉണ്ടാവുമെന്ന്. ഭയങ്കര സങ്കടത്തിലാണ് വന്നെ. എന്തെങ്കിലും ആവട്ടെ, ഈ അപ്പന് ക്യാൻസർ വന്നപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് കേട്ടോ. ആമാശയ ക്യാൻസർ ആയിരുന്നു. ഞാൻ വന്നിട്ട് ഈ എല്ലാ ദിവസവും തലകറങ്ങി വീണ അപ്പനെയും പിടിച്ചുകൊണ്ട് പട്ടം കഴിഞ്ഞിട്ട് അപ്പൻ്റെ വീഴ്ചയ്ക്ക് കുറവില്ല. അവസാനം അപ്പനെയും പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത ഹോസ്പിറ്റല്, LF ഹോസ്പിറ്റൽ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച വഴിക്ക് ഡോക്ടർ പറഞ്ഞു, അച്ഛാ അപ്പന് വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഷുഗറോ പ്രഷറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അപ്പനില്ല, ഒന്നും ഉണ്ടാവില്ല അച്ഛാ, വേണമെങ്കിൽ ഒരു സ്കാനിങ് ചെയ്ത് നോക്കാം. സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്ന് ചെയ്യേ, അപ്പൻ എല്ലാ ദിവസവും തലകണിക്ക് വീഴാ, അത് സ്കാൻ ചെയ്ത് നോക്ക്. സ്കാനിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, അപ്പം ഞങ്ങൾ അറിയാവുന്നൊരു ഡോക്ടറാട്ടാ. ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഇന്ന് കിട്ടത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ, ഞാൻ വിളിക്കാം അച്ഛനെ, അച്ഛൻ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളത് സ്കാനിങ്ങിനൊക്കെ ഇത് കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, ജിനു അച്ഛാ അപ്പനെ കൂട്ടണ്ട, ചേട്ടനെയും കൊണ്ടുവന്ന് വാ. ഞാൻ ചെല്ലണ സമയത്ത് ഈ ഡോക്ടർ പറയാ, അച്ഛാ അപ്പന് ആമാശയ ക്യാൻസറാ, ഇനി അധികം നാളെ ജീവിക്കില്ല, പെട്ടെന്ന് മരിക്കും, അധികം നാളെ മുന്നോട്ട് പോകത്തില്ല, കൂടി വന്ന 2 മാസം, കാരണം 4th സ്റ്റേജ് വരെ കഴിഞ്ഞ് നിൽക്കുക. നിങ്ങൾ ഓർക്കണം, ഈ ക്യാൻസറുകളിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ക്യാൻസറാണ് ആമാശയ ക്യാൻസർ. കാരണം അത് വന്നവർ അധികം നാൾ ജീവിക്കില്ല, പെട്ടെന്ന് മരിക്കും. ഇതിന് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമാശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആമാശയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിപ്പിക്കുന്നതും നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ പ്രോട്ടീൻസും കൊടുക്കുന്നതും ഈ ആമാശയ. അപ്പൊ ആമാശയ ക്യാൻസർ വന്നാൽ അത് ചെറുകുടലിനെ ബാധിക്കും, വൻകുടലിനെ ബാധിക്കും, കരളിനെ ബാധിക്കും, ശരീരം മുഴുവൻ ഇത് ബാധിക്കും. ഈ രോഗാണുക്കൾ പമ്പ് ചെയ്യപ്പെടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛാ അപ്പന് 4th സ്റ്റേജ് വരെ കഴിഞ്ഞ് നിൽക്കുക, ഇനി അധികം നാള് അപ്പൻ ജീവിക്കില്ല, പെട്ടെന്ന് മരിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു. ഞാൻ തിരുപ്പട്ടം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ തമ്പുരാൻ തന്ന ഏറ്റവും വലിയ സങ്കടം അതായിരുന്നു എനിക്ക്. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അച്ഛാ ഒന്നും ചെയ്യാൻ പറ്റില്ല അച്ഛാ, ശരീരം മുഴുവൻ ഇതുണ്ട്. അപ്പനിപ്പോ കീഹോളൊന്നും പറ്റില്ല, ഓപ്പൺ സർജറി പറ്റുള്ളൂ. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ കഴുത്തിൻ്റെ ഇവിടെ തൊട്ട് അടിവയറ് വരെ ഇങ്ങനെ കീറണം, എന്നിട്ട് ഇത് പൊളിച്ചു വെക്കണം, എന്നിട്ടേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ പറഞ്ഞു, അച്ഛാ അപ്പന് കത്തി വെക്കാതിരിക്കണം നല്ലത്, കത്തി വെച്ച അപ്പം മരിക്കും, കാരണം അപ്പന്റെ കണ്ടീഷൻ അത്ര മോശമാ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ വേറെ എന്തെങ്കിലും വഴി? അച്ഛനോട് കുടുംബത്തോട് എനിക്ക് അത്ര അടുപ്പമുള്ളതുകൊണ്ടല്ലേ ഞാൻ പറയണേ, വേറെ വഴിയില്ല. അവസാനം അപ്പനെയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് കാണിക്കാവുന്ന എല്ലാ ഹോസ്പിറ്റലും പോയി. അന്ന് എറണാകുളത്തുള്ള റെന്നാൻ മെഡിസിറ്റി, ആസ്റ്റർ മെഡിസിറ്റി, ലേക്ഷോർ, രാജഗിരി, ലിസി ഹോസ്പിറ്റല്, PVS, അന്ന് എല്ലാ ഹോസ്പിറ്റലും അപ്പനെ കൊണ്ടേ കാണിച്ചു. എല്ലാ ഹോസ്പിറ്റലിലും ഒറ്റയടിക്ക് വിധി എഴുതി, അപ്പം മരിക്കും. ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർമാർ വിധി എഴുതി, അപ്പം മരിക്കും. പക്ഷെ അവസാനം ഞാനിങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവസാനം ഞങ്ങൾ പോകുന്നത് എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റൽ, അവിടെ ഒരു മധു ഡോക്ടറുണ്ട്. മധു ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുക. മധു ഡോക്ടറിന്റെ അടുത്ത് ചെന്നപ്പോൾ മധു ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛാ സ്കാനിങ് കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കും ഇതെന്നെ പറയാനുള്ളൂ, അപ്പം മരിക്കും, അപ്പന് അധികം നാളെ പോവത്തില്ല. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറുടെ ഇങ്ങനെ മേശമേ ഞാൻ 2 കൈ ഇങ്ങനെ വെച്ചിട്ട് ചോദിച്ചു, ഡോക്ടറെ എൻ്റെ കണ്ണ് നിറയുണ്ട് അപ്പം മരിക്കുന്ന കേൾക്കുമ്പോൾ. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അച്ഛാ വേണമെങ്കിൽ ഒരു സർജറി ചെയ്യാം, പക്ഷേ ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ നമുക്ക് ചെയ്താലോ? അപ്പം എൻ്റെ ചേട്ടനോട് ചോദിച്ചു, നീ എന്തിൻ്റെ പേരിൽ ചെയ്യാന്ന് പറയണേ? 2 മാസമെങ്കിൽ 2 മാസം നമ്മുടെ അപ്പൻ ജീവിച്ചോട്ടറാ. അപ്പം ഞാൻ പറഞ്ഞു, എടാ നാട്ടുകാരും വീട്ടുകാരും ചോദിക്കില്ലേ, ഇത്രയും വലിയ മക്കളുണ്ടായിട്ട് അപ്പനെ ചികിത്സിക്കാൻ പറ്റിയില്ലേന്ന്, നമ്മളെന്ത് ഉത്തരം പറയും? അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ സമ്മതിച്ചു, എഴുതി ഒപ്പിട്ട് തരാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അച്ഛാ എഴുതി ഒപ്പിട്ട് തരാം, എന്തെങ്കിലും ഓപ്പറേഷൻ്റെ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ
ഓപ്പറേഷന്റെ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ആശുപത്രിക്ക് അതിന് ഉത്തരവാദിത്തം ഉണ്ടാവില്ലെന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ എഴുതി ഒപ്പിട്ട് തരാം. ഞങ്ങൾ രണ്ടുപേരും എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഓപ്പറേഷൻ ഡേറ്റ് എടുത്തു. നിങ്ങൾ ഓർക്കണം, ഈ ക്യാൻസർ ഉള്ള വിവരം അപ്പനറിയാൻ പാടില്ല, പെങ്ങൾക്കറിയാൻ പാടില്ല, എൻ്റെ അമ്മയ്ക്ക് അറിയാൻ പാടില്ല, വീട്ടുകാർക്ക് നാട്ടുകാർക്ക് അറിയാൻ പാടില്ല. കാരണം ആദ്യം കണ്ട ഡോക്ടർ പറഞ്ഞിരുന്നു, അച്ഛാ അപ്പനോട് പറയണ്ട കേട്ടോ, ആ വീട്ടുകാരോടും പറയണ്ട, കാരണം അവരറിഞ്ഞ അപ്പനറിയും, പെട്ടെന്ന് ടെൻഷൻ അടിക്കും, രോഗം മൂർച്ഛിക്കും. അതുകൊണ്ട് അച്ഛനത് ആരോടും പറയണ്ട. ഞാൻ പറഞ്ഞു ഡോക്ടർ ആരോടും പറയത്തില്ല. അപ്പോൾ ക്യാൻസറിന് ട്രീറ്റ്മെന്റിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുമ്പോൾ അപ്പനറിയാൻ പാടില്ല. അപ്പന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നതിന് മുമ്പ് അപ്പന് അടുത്ത് ചേട്ടനും ഞാനും ഇങ്ങനെ നിൽക്കുക. അപ്പൊ അപ്പന്റെ കൈക്ക് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിടിച്ചേക്കാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പില്ല അപ്പൻ ജീവിച്ചിരിക്കുമെന്ന്. ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണം അപ്പൻ തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ചേക്കാ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ മുഖത്ത് നോക്കിയപ്പോ എന്റെ ചേട്ടൻ്റെ ഒരു സാധുവാ. എന്റെ ചേട്ടൻ അപ്പന്റെ മുഖത്ത് നോക്കി കരയണ കണ്ടപ്പോ അപ്പൻ എന്തോ മനസ്സിലായി. അപ്പം പറഞ്ഞു, എടാ ബിനു നീ എന്തിനാ കരയണേ? ഞാൻ ചേട്ടന്റെ പുറത്തിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, നീ പോയടാ. അവൻ പോയി. ഞാനിങ്ങനെ നിൽക്കാ. അപ്പൊ എന്റെ മുഖം, ഞാൻ അങ്ങനെയൊന്നും കരയാത്തൊരു മനുഷ്യനാ. ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ ചുമന്നു, കണ്ണ് നിറയാ അപ്പനെ നോക്കി നിന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ ചങ്കത്തേക്ക് പിടിച്ചേക്കാം അപ്പൻ്റെ. അപ്പൻ ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയടാ ജിനു? ഞാൻ പറഞ്ഞു ഒന്നുമില്ലപ്പാ. എന്താടാ അപ്പനെ പ്രശ്നം? ഞാൻ പറഞ്ഞു ഒന്നുമില്ലപ്പാ. അവളെന്തേ? ഞാൻ പറഞ്ഞു ഒന്നുമില്ലപ്പാ. അമ്മ വരുമപ്പാ. ജിനി എന്തേ? വരുമപ്പാ. എന്തേടാ അപ്പന് പ്രശ്നം? ഞാൻ പറഞ്ഞു ഒന്നുമില്ലപ്പാ. അപ്പനിങ്ങനെ ചോദിക്കില്ലേ. അവസാനം എൻ്റെ ഈ ചോദ്യം കേട്ടിട്ട് അവിടുത്തെ ഇരിക്കുന്ന നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അച്ഛാ സമയമായി. ഞാൻ പരിഗണന കണ്ടപ്പോൾ അവിടുത്തെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, സമയമായി അച്ഛാ. ഞാൻ ഇങ്ങനെ അപ്പനെ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാ. ഞാൻ അവിടെ നിന്ന് എങ്ങോട്ടാ പോയെന്നറിയോ? ഈ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു ചെറിയൊരു ചാപ്പലുണ്ട്, ചെറിയൊരു പള്ളി. ചാപ്പലെന്ന് ഞങ്ങൾ അതിന് പറയാ. ഈ പള്ളിയിൽ കർത്താവിൻ്റെ ഒരു തൂങ്ങപ്പെട്ട രൂപമുണ്ട്. ആ രൂപത്തിന്റെ അടുത്തേക്ക് ഞാനന്ന് കുപ്പായിട്ടുണ്ട് ചെന്നേക്കണേ. ഞാൻ ആ തൂങ്ങപ്പെട്ട കർത്താവ്, ഞങ്ങളുടെ പള്ളികളിൽ കർത്താവിന്റെ തൂങ്ങപ്പെട്ട രൂപം ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാം, ഞാൻ വിശ്വസിക്കുന്നു. ആ തൂങ്ങപ്പെട്ട രൂപത്തിന് മുമ്പിലേക്ക് ചെല്ലുക. അന്ന് പള്ളിയുടെ അകത്ത് കുറേ പേര് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ആ തൂങ്ങപ്പെട്ട കർത്താവിന്റെ മുമ്പിൽ നേരെ പോയി നിന്നു. എന്നിട്ട് മുട്ടുകുത്തിയിട്ട് രണ്ട് കരങ്ങൾ അന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ. അന്ന് കരയാ ശരിക്കും. ഞാനിങ്ങനെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെ, ദൈവമേ നിന്റെ കാസയും പിലാസയും എടുക്കണ കയ്യേത് നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചതാ. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എൻ്റെ അപ്പനെ എനിക്ക് വേണം. തളർന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ അപ്പനെ നോക്കിക്കൊള്ളാം, എനിക്ക് എൻ്റെ അപ്പനെത്താ. ഞാനത് പറഞ്ഞിട്ട് ഏന്തി കരയാ. നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു അച്ഛൻ ഉടുപ്പിട്ടിട്ട് ഇങ്ങനെ ഏന്തി കരയണ കാണുമ്പോൾ വീട്ടുകാർ, ആ പള്ളിയുടെ അകത്തിരിക്കണ എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിക്കേണ്ട അച്ഛനെന്താ പറ്റിയെന്ന്. ഞാൻ അവരോട് ഒക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് മാറിയിരുന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഒരു 8 മണിക്കൂർ നീണ്ടുന്ന സർജറിയാ. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്നു ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ അടുത്തേക്ക്. ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഒന്നും പറയാറായിട്ടില്ല, പിന്നെ പറയാം, ഒന്നും പറയാറായിട്ടില്ല, അച്ഛൻ പ്രാർത്ഥിക്ക്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ അറിഞ്ഞു, പെങ്ങളറിഞ്ഞു. അമ്മ വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, എൻ്റെ കോളറിനെ ഇങ്ങനെ പിടിച്ചിട്ട്, ജിനുമോനെ എന്തിനാ അമ്മയോട് മറച്ചു വെച്ചേ? എന്തിനാ നീ അപ്പനെ കൊലയ്ക്ക് കൊടുത്തേ? 2 മാസമെങ്കിൽ 2 മാസം നമ്മുടെ അപ്പൻ ജീവിക്കില്ലായിരുന്നോ? എൻ്റെ പെങ്ങള് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എൻ്റെ ചേട്ടായി ഈ കണ്ട ഡോക്ടർമാർ മുഴുവൻ പറഞ്ഞല്ലേ ചെയ്യണ്ടെന്ന്, എന്തിനാ ചെയ്തേ? എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല ആരുടെ മുമ്പിലും. ഞാൻ ആരുടെ മുമ്പിലും ഉത്തരം കൊടുക്കാതെ പള്ളിയുടെ അകത്തിരുന്ന് കരയാ. വീട്ടുകാരും നാട്ടുകാരൊക്കെ കരച്ചിലായിരുന്നു പള്ളിയുടെ പുറത്തിരുന്ന്. കാരണം അപ്പനെ എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ അപ്പനൊരു മുരടാണെങ്കിൽ എല്ലാവർക്കും ഒരു സഹായിയാ. അവൻ്റെ അപ്പനെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ എല്ലാവരും കരച്ചിൽ തുടങ്ങി. ഞാൻ ആ പള്ളിയുടെ അകത്തിരുന്ന് കരയാ. 2-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോ ഈ മധു ഡോക്ടർ പറയാ, ജിനു അച്ഛനോടൊന്ന് വരാൻ പറ. ഞാൻ ഓടിച്ചല്ല, അന്ന് കുളിച്ചിട്ടില്ല, ഒന്നുമില്ല, പള്ളിയുടെ അകത്ത് മാത്രം ഇരിപ്പാ. ഞാൻ ഓടിച്ചെല്ലണ സമയത്ത് എൻ്റെ ചങ്കിടിപ്പ് ഇങ്ങനെ കൂടി വരാം. കർത്താവേ മരിച്ചു എന്ന് പറഞ്ഞാ ഞാൻ തോറ്റുപോയി, ഞാൻ തീർന്നു, പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മുന്നോട്ട്. ഞാൻ മധു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോ ഞാൻ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ മേശമേ കൈ പിടിച്ചിട്ട് മധു ഡോക്ടറെ മരിച്ചു എന്ന് പറയില്ല എന്നോട്, എനിക്ക് പറ്റില്ല താങ്ങാൻ, എന്നോട് മരിച്ചു എന്ന് പറയില്ലേ. മധു ഡോക്ടറെ കസേരന്ന് എഴുന്നേറ്റു. എൻ്റെ അടുത്തേക്ക് വന്നേണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ മരിച്ചു എന്ന് പറയാനാ. ചങ്കിടിപ്പ് ഇങ്ങനെ കൂടി വരാ, കണ്ണ് നിറയാ. ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് മധു ഡോക്ടർ ഞാനിങ്ങനെ മേശമേ കൈ എടുത്തിട്ട് എന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാ, ജിനു അച്ഛാ ഓപ്പറേഷൻ ചെയ്യണ സമയത്ത് ഞങ്ങൾ വിചാരിച്ചത് അപ്പം മരിച്ചു എന്നാ. കാരണം ഓപ്പൺ സർജറി ചെയ്തിട്ട് ഈ ഇതിങ്ങനെ പൊളിച്ചു വെച്ചിട്ട് അപ്പൻ്റെ ആമാശയം ഇങ്ങനെ മുറിച്ച് കളയുമ്പോ ശരീരത്തിൽ മുഴുവൻ ഇത് ബാധിച്ചത് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചത് അപ്പം മരിച്ചു എന്നാ. അതാ അച്ഛനോട് ഇന്നലെ പറയാതിരുന്നേ, അച്ഛൻ ഒന്നും പറയാറായിട്ടില്ലെന്ന്. അച്ഛാ 2-ാമത്തെ ദിവസം ഇന്നു രാവിലെ ഞാൻ ചെന്ന് നോക്കുമ്പോ ഞാൻ വിചാരിച്ചത് അപ്പം തീർന്നു എന്നാ. പക്ഷേ അച്ഛൻ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയാം. അച്ഛാ ഇന്നലെ ഞാൻ അപ്പച്ചനെ കണ്ടതുപോലെയല്ല ഇന്ന് ഞാൻ കാണുമ്പോ അപ്പച്ചൻ
അച്ഛാ ഒരു കാര്യം സത്യമായിട്ട് ഞാൻ പറയണേ, ഇന്നലെ ഞാൻ വിചാരിച്ചത് അപ്പൻ തീർന്നു എന്നാ, പക്ഷെ നമ്മളൊക്കെ തീർന്നു എന്ന് പറഞ്ഞ അപ്പൻ ദേ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട്. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അന്ന് ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു എന്നോട്, അച്ഛാ കൂടി വന്ന 1 വർഷം അപ്പൻ ജീവിക്കുള്ളൂന്ന്. നിങ്ങൾ എൻ്റെ വീട്ടിൽ പോരെ, 10 വർഷം കഴിഞ്ഞു, ആ സാധനം പോയിട്ടില്ല, ഇപ്പടി ഇരിക്കുക അതുപോലെ. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചില്ലറക്കാരനായ ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല, എന്തിനും പോകുന്നൊരു തമ്പുരാന്റെ മുമ്പിലാ. ആ തമ്പുരാനുണ്ട്. ഈ ലോകത്തെ ആര് നോ പറഞ്ഞാലും അവൻ എസ് പറഞ്ഞാൽ മതി, നിന്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാവും. ഈ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞു അപ്പം മരിക്കും, അപ്പം മരിക്കും. ബിരുദാനന്തര ബിരുദമുള്ള ഡോക്ടർമാരെ പറഞ്ഞേ മരിക്കും, മരിക്കും. മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ ഉള്ള ഹോസ്പിറ്റൽ പറഞ്ഞു അപ്പം മരിക്കും. പക്ഷെ എൻ്റെ ദൈവം പറഞ്ഞു എൻ്റെ അപ്പം ജീവിക്കുമെന്ന്. അത് മതിയോ നമുക്കൊക്കെ ജീവിക്കാൻ. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ നിർത്താ, സമയമായി. ഒറ്റ കാര്യം പറയാനുള്ളൂ. ജീവിതത്തില് ഇത് ആദ്യത്തെ ദിവസം, ഈ കല്ലട കൺവെൻഷനിലെ ആദ്യത്തെ ദിവസം. ഈ 2025 ഈ കല്ലട കൺവെൻഷന്റെ ആദ്യത്തെ ദിവസത്തിൽ നിൽക്കുമ്പോ ചങ്കത്ത് കൈവച്ചിട്ട് പറയണം, എന്തു വന്നാലും എൻ്റെ തമ്പുരാനുണ്ടെന്ന്. എത്ര ദുരിതം വന്നാലും തമ്പുരാനുണ്ടെന്ന്, എത്ര സങ്കടം വന്നാലും തമ്പുരാനുണ്ടെന്ന്, ഏത് ജീവിതത്തിന്റെ നെരിപ്പോടിലാണെങ്കിലും തമ്പുരാനുണ്ടെന്ന്. എത്രയേറെ മഹാമാരികൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും പറയണം എൻ്റെ തമ്പുരാനുണ്ട് എന്നെ നോക്കാമെന്ന്. അത് മതിയോ നമുക്കൊക്കെ ജീവിക്കാൻ. ദുരിതത്തിന്റെ അവസ്ഥയിലും വേദനയുടെ അവസ്ഥയിലും തകർച്ചയുടെ അവസ്ഥയിലും നീ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഈശോയുണ്ട്, എൻ്റെ തമ്പുരാനുണ്ട്, എൻ്റെ ദൈവമുണ്ട്, എൻ്റെ കർത്താവുണ്ട് എൻ്റെ കൂട്ടിന്. അത് മതി എനിക്ക് ജീവിക്കാൻ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ 2025 ദൈവത്തോട് ചേർന്നിരിക്കാൻ, ജീവിതത്തിന്റെ ഏതവസ്ഥയിലും കർത്താവുണ്ടെന്ന് വിശ്വസിക്കാൻ, എത്ര വലിയ സങ്കടം വന്നാലും എൻ്റെ തമ്പുരാൻ എന്നെ നോക്കിക്കൊള്ളും എന്നുള്ള ചിന്തയോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ വർഷത്തിൽ നിങ്ങൾക്ക് നേരുന്നു. ഈ കല്ലട കൺവെൻഷന് എന്നെ വിളിച്ചതിലും എന്നോട് എൻ്റെ ഈ സംസാരം ഇത്രയും നേരം കേട്ടിരുന്നതിലും ബോറടിച്ചാ? അറിയോ? ഓക്കെ, കംഫർട്ടബിൾ? ബോറടിച്ചാ? കുറച്ചേരം കൂടി പ്രസംഗിക്കട്ടെ? അയ്യാ, എൻ്റെ ട്രെയിൻ മുങ്ങും കേട്ടോ. ഞാൻ ഇനി പോയിട്ട് വേണം, ഇവിടെ നിന്ന് ഓടിയിട്ട് വേണം എനിക്ക് ഇനി ട്രെയിൻ കിട്ടാൻ കേട്ടോ. ഭക്ഷണം കഴിക്കണം, ഓടണം, അങ്ങനെയാണ്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി നല്ല കൈയുടെ ദൈവത്തിന് കൊടുത്തേ. ദൈവത്തിന് നല്ല കൈയുടെ കൊടുക്ക്. അപ്പൊ ദൈവനാമത്തിൽ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവത്തോട് കൂടെ ജീവിക്കാൻ, ദൈവത്തോടൊപ്പം ഇരിക്കാൻ, ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നിന്നും പോകണ്ട, ദൈവത്തോട് പറഞ്ഞാൽ മതി. മനുഷ്യരുടെ മുമ്പിലൊന്നും രക്ഷ കിട്ടില്ല, ദൈവത്തിന്റെ മുമ്പിലാണ് നിങ്ങൾക്ക് രക്ഷയുള്ളൂ. മനുഷ്യരോട് പറഞ്ഞാൽ മറ്റു മനുഷ്യരുടെ അടുത്ത് പോയി അവർ കരഞ്ഞു പറയും, ചിലപ്പോൾ നിന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കും. ദൈവത്തോട് പറഞ്ഞാൽ അവൻ നിന്റെ ഉത്തരങ്ങൾക്ക്, നിന്റെ ജീവിതത്തിന് ഉത്തരം തരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ദൈവത്തോട് കൂടിയിരിക്കുന്ന ഒരു വർഷമായിട്ട് 2025 മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. നമ്മുടെ ജൂബിലി കൺവെൻഷൻ ജൂബിലി ഗാനം രജിസാർ